ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ സെക്കൻഡ് ബ്ലോക്കിലെ 5th യൂണിറ്റാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിൽ 5th യൂണിറ്റ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോത്രവർഗക്കാരായിട്ടുള്ള ആദിവാസി സമൂഹത്തെയാണ് നമ്മൾ ട്രൈബ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ട്രൈബ്സിനെ കുറിച്ചും എന്താണ് ട്രൈബ്സ് എന്നും വാട്ട് ഈസ് മീൻ ബൈ ട്രൈബ്സ് എന്നും അതേപോലെ തന്നെ ട്രൈബ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ കഴിഞ്ഞ 5th ചാപ്റ്ററിൽ നമ്മൾ കാസ്റ്റിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തത്. കാസ്റ്റ് എന്താ എന്നും കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്, സെക്കൻഡ് ബ്ലോക്കിലെ 6ാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? എന്തിനെ കുറിച്ചാണ്? ട്രൈബ്സിനെ കുറിച്ചാണ്. ട്രൈബിനെ കുറിച്ചാണ്. എന്താണ് ട്രൈബ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ശ്രദ്ധിച്ചോളൂ, ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ടേം ഉണ്ട് കേട്ടോ. ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ടേം. ലാറ്റിൻ ടേം ആയിട്ടുള്ള ട്രൈബസ്, ദ ടേം മീൻസ് ആൻ ഇൻഹാബിറ്റഡ് പ്ലേസ്. It does not a group of person forming a community and claiming descent from a common ancestor. അതായത് ഇവിടെ ട്രൈബ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് ലാറ്റിൻ പദമായ ട്രൈബസിൽ നിന്നും ഉടലെടുത്തതാണ് ട്രൈബ് എന്ന പദം. അതിൻ്റെ അർത്ഥം ജനവാസമുള്ള സ്ഥലം എന്നാണ്. അപ്പോൾ ലാറ്റിൻ പദമായിട്ടുള്ള ട്രൈബസിൽ നിന്നാണ്, ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ ടേം, ലാറ്റിൻ പദമായിട്ടുള്ള ട്രൈബസിൽ നിന്നാണ് ഏത് പദം ഉടലെടുത്തത്? ട്രൈബ് എന്ന പദം ഉടലെടുത്തത്. ദ ടേം മീൻസ് ആൻ ഇൻഹാബിറ്റഡ് പ്ലേസ്. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ജനവാസമുള്ള സ്ഥലം. ഇൻഹാബിറ്റഡ് പ്ലേസ്. ഇൻഹാബിറ്റഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനവാസമുള്ള സ്ഥലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഫോമിംഗ് എ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലൈമിംഗ് ഡീസെന്റ് ഫ്രം എ കോമൺ ആൻസെറ്റർ. ഒരു പൊതു പൂർവികനിൽ നിന്ന് പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുമാത്രല്ല, ഇതുകൊണ്ട് ഈ ട്രൈബ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു പൊതു പൂർവികനിൽ നിന്ന്, ഒരു പൊതുവായിട്ടുള്ള പൂർവികരിൽ നിന്ന് പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഇറ്റ് ഡസ് നോട്ട് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഒരു കൂട്ടം പേഴ്സൺ ഫോമിങ് എ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലൈമിംഗ് ഡീസെന്റ് ഫ്രം എ കോമൺ ആൻസെറ്റർ. അതായത് ഒരു പൊതു പൂർവികനിൽ നിന്നും പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രൈബ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രല്ല, ദ ടേം ട്രൈബ് വാസ് യൂസ്ഡ് ബൈ ദ colonial government in India to categorize a large number of groups different from the term caste. അതായത് ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെന്റ് ജാതി എന്ന പദത്തിൽ നിന്നും വ്യത്യസ്തമായ വലിയൊരു കൂട്ടം ഗ്രൂപ്പുകളെ തരംതിരിക്കുന്നതിന് ഗോത്രം എന്ന പദം ഉപയോഗിച്ചു. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെന്റ്, ഇവിടെ ശ്രദ്ധിക്കുക, ദ ടേം ട്രൈബ് വാസ് യൂസ്ഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെന്റ്. കൊളോണിയൽ ഗവൺമെന്റ് ആണ് ഈ ട്രൈബ് എന്ന പദം ഉപയോഗിച്ചത്. ഇൻ ഇന്ത്യ ടു കാറ്റഗറൈസ്, ആരെ നിന്നും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? എ ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ഫ്രം ദ ടേം കാസ്റ്റ്. കാസ്റ്റിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് കൊളോണിയൽ ഗവൺമെന്റ് ആണ് ഏത് പദം ഉപയോഗിച്ചത്? ട്രൈബ് എന്ന പദം ഉപയോഗിച്ചത്. ദ ടേം tribe was used by the colonial government in India to categorize a large number of groups different from the term caste. അതായത് ഒരുപാട് ജാതിയിൽ നിന്നും വ്യത്യസ്ത ജാതി ഗ്രൂപ്പുകളിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊളോണിയൽ ഗവൺമെന്റ് ആണ്
ഏത് പദം ഉപയോഗിച്ചത്? ട്രൈബ് എന്ന പദം ഉപയോഗിച്ചത്. The term tribe subsumes community very different from one another in terms of demographic size, linguistic and cultural trait, ecological condition and material condition of living. മാത്രല്ല ജനസംഖ്യാ വലിപ്പം, പിന്നെ ഡെമോഗ്രാഫിക് സൈസ് പറഞ്ഞാൽ ജനസംഖ്യാ വലിപ്പം, ലിംഗ്വിസ്റ്റിക് ഭാഷാപരം, സാംസ്കാരികമായ സവിശേഷതകൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയിൽ പരസ്പരം വളരെ വ്യത്യസ്തമായ സമൂഹങ്ങളെ ഗോത്രം എന്ന പദം ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ഈ ഗോത്രം എന്ന പദം ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? ജനസംഖ്യാ വലിപ്പം, ഡെമോഗ്രാഫിക് സൈസ്, അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഭാഷാപരം, കൾച്ചറൽ ട്രേറ്റ്, അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ, ഇക്കോളജിക്കൽ കണ്ടീഷൻ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, പിന്നെ മെറ്റീരിയൽ കണ്ടീഷൻ ജീവിത സാഹചര്യങ്ങൾ എന്നിവയിൽ പരസ്പരം വളരെ വ്യത്യസ്തമായ സമൂഹങ്ങളെയാണ് ഗോത്രം എന്ന പദം ഉൾക്കൊള്ളുന്നത്. അതേപോലെ തന്നെ the tribe are essentially primitive and backward character. ട്രൈബ് ഗോത്രവർഗക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കും? അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രിമിറ്റീവ് പറഞ്ഞാൽ എന്താ? പ്രാകൃതം. ബാക്ക്വേർഡ് പിന്നോക്കാവസ്ഥയിലുള്ളവർ. അപ്പോ ട്രൈബൽസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആൻഡ് ബാക്ക്വേർഡ് ക്യാരക്ടർ ആയിരിക്കും. ഒരു പ്രാകൃത പിന്നോക്ക സ്വഭാവമായിരിക്കും ട്രൈബൽസിന്റെ ക്യാരക്ടർ. After independence, the term scheduled tribe come to be used to denote tribes who are scheduled as such under Constitution of India. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവരെ ഇന്ത്യൻ ഭരണഘടന ഏത് പദം യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ഷെഡ്യൂൾഡ് ട്രൈബ്, ST എന്ന പദം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. After independence, the term scheduled tribe come to be used to denote tribe who are scheduled as such as under the Constitution of India. ഇന്ത്യൻ ഭരണഘടന ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതേപോലെ പിന്നീട് അതിൽ പറയാണ് നേറ്റീവ് ഇൻഹാബിറ്റൻസ്, ദേശീയപരമായിട്ട് തദ്ദേശീയമായ നിവാസികളാണ് ആര്? ട്രൈബ്സ്. ദേ ആർ നേറ്റീവ് ഇൻഹാബിറ്റൻസ്. നേറ്റീവ് ഇൻഹാബിറ്റൻസ് പറഞ്ഞാൽ എന്താ? അവർ തദ്ദേശീയ നിവാസികളാണ്. There are several terms used for them like ആദിവാസി, വനവാസി, വനജാതി, ജനജാതി. അതേപോലെ തന്നെ പിന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതേപോലെ പിന്നെ അവര് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, അനുഷ്ഠിത്. അപ്പൊ ട്രൈബൽസിനെ പല പേരുകളിലൂടെയാണ് അറിയപ്പെടുന്നത്. There are several terms used for ട്രൈബൽ പീപ്പിൾസിനെ സെവറൽ നെയിംസുകളിലാണ് അറിയപ്പെടുന്നത്. ആദിവാസി, വനവാസി, വനജാതി, ജൻജാതി, അതേപോലെ തന്നെ അനുഷ്ഠിത് ജാതി, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ ST ഷെഡ്യൂൾഡ് ട്രൈബിനെ അറിയപ്പെടുന്നുണ്ട്. ST അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന വേർഡ് അനൗൺസ് ചെയ്തത് എന്ന് മുതലാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ WHR റിവേഴ്സ് ഡിഫൈൻ, അതായത് WHR റിവേഴ്സ് ഒരു സോഷ്യോളജിസ്റ്റ് ആട്ടോ. WHR റിവേഴ്സ് ഡിഫൈൻസ് ട്രൈബ്സ് ആസ് എ social group of simple kind, the number of which speak a common dialect, have a single government and act together for such common purposes as welfare. അതായത് WHR റിവേഴ്സ് ഗോത്രത്തെ നിർവചിക്കുന്നത് ലളിതമായ സാമൂഹിക കൂട്ടം, അതിലെ അംഗങ്ങൾ ഒരു പൊതുഭാഷ സംസാരിക്കുന്നവരും ഒരു ഒറ്റ ഗവൺമെന്റ് ഉള്ളവരും യുദ്ധം പോലും പൊതു ആവശ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് എന്നാണ്.
ഇപ്പൊ WHR റിവേഴ്സ് ട്രൈബിനെ നിർവചിച്ചത് എങ്ങനെയാണ്? എ സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് എ സിമ്പിൾ കൈൻഡ് നമ്പർ ഓഫ് വിച്ച് സ്പീക്ക് കോമൺ ഡയലക്ട് have a single government and act together for such common purpose as warfare. അതായത് WHR റിവേഴ്സ് ഗോത്രത്തെ നിർവചിക്കുന്നത് ലളിതമായ ഒരു സാമൂഹിക കൂട്ടം, അതിലെ അംഗങ്ങൾ ഒരു പൊതു ഭാഷ സംസാരിക്കുന്നവരും ഒരൊറ്റ ഗവൺമെന്റ് ഉള്ളവരും വാർഫെയർ യുദ്ധം പോലുള്ള പൊതു ആവശ്യങ്ങൾക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഗോത്രം എന്ന് ആര് പറഞ്ഞത്? WHR റിവേഴ്സ് പറഞ്ഞത്. അതേപോലെ തന്നെ The Census of India 2011 notified scheduled tribe in 30 states of India. The number of individual ethnic group notified as scheduled tribe is 705. അതായത് 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 30 സംസ്ഥാനങ്ങളിൽ പട്ടിക വർഗ വിഭാഗങ്ങളായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. The Census of India 2011 notified scheduled tribe in 30 states of India. The number of individual ethnic group notified as scheduled tribes is 705. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 30 സംസ്ഥാനങ്ങളിൽ പട്ടിക വിഭാഗങ്ങളായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങളായി എന്ത് ചെയ്തു? അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പട്ടികവർഗ വിഭാഗങ്ങളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള വ്യക്തിഗത വംശീയ വിഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവരുടെ എത്രയാണ്? 705 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ട്രൈബിനെ മനസ്സിലാക്കൽ എന്നൊരു ഭാഗത്ത് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്, അതായത് ഈ ഒരു ചാപ്റ്റർ ട്രൈബ്സിനെ ഇവിടെ ട്രൈബ്സ് ചാപ്റ്ററിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്സ് എന്ന് പറയും കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈബ്സിനെ മനസ്സിലാക്കൽ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രൈബ്സിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ലാറ്റിൻ പദമായ ട്രിബസിൽ നിന്നും ഉടലെടുത്ത പദമാണ് ട്രൈബ്സ്. മാത്രല്ല ജനവാസമുള്ള സ്ഥലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പൊതുപൂർവികനിൽ നിന്നും പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ കൊളോണിയൽ ഗവൺമെന്റ് ആണ് ജാതി എന്ന പദത്തിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു കൂട്ടം അഥവാ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിന് വേണ്ടി ഗോത്രം എന്ന പദം ഉപയോഗിച്ചത്. ജനസംഖ്യയുടെ വലിപ്പം, ഭാഷ, സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയിൽ പരസ്പരം വളരെ വ്യത്യസ്തമായ സമൂഹങ്ങളെ നമുക്ക് ഏത് പദത്തിലൂടെ സൂചിപ്പിക്കാം? ഗോത്രം എന്ന പദത്തിലൂടെ സൂചിപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്സ് എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറാണ് പഠിക്കാനുള്ളത്. 11 ക്യാരക്ടർ പഠിക്കാനുണ്ട്. ആദ്യം ഞാൻ ആ പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്യാം. ഡിസ്റ്റൻസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രൈബുകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഡെഫിനിറ്റ് കോമൺ ടോപ്പോഗ്രഫി. സെക്കൻഡ് വൺ സെൻസ് ഓഫ് യൂണിറ്റി. തേർഡ് വൺ എൻഡോഗാമസ് ഗ്രൂപ്പ്. ആൻഡ് ഫോർത്ത് വൺ കോമൺ ഡയലക്ട്. ആൻഡ് ഫിഫ്ത്ത് വൺ ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻഷിപ്പ്. ആൻഡ് ഫിഫ്ത്ത് വൺ പ്രൊട്ടക്ഷൻ അവയർനെസ്. ആൻഡ് സെവൻത്ത് വൺ ഡിസ്റ്റൻസീവ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ആൻഡ് എയ്ത്ത് വൺ കോമൺ കൾച്ചർ. നയൻത്ത് വൺ ഇമ്പോർട്ടൻസ് ഓഫ് കിൻഷിപ്പ്. ആൻഡ് 10th egalitarian values. ആൻഡ് 11th വൺ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഇപ്പൊ 11 പോയിന്റ്സ് ആണുള്ളത്. ഇത് ഓരോന്നും എന്താന്ന് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് ആണ് ഡെഫിനിറ്റ് കോമൺ ടോപ്പോഗ്രഫി, സെൻസ് ഓഫ് യൂണിറ്റി, എൻഡോഗമസ് ഗ്രൂപ്പ്, കോമൺ ഡയലക്ട്, ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻഷിപ്പ്, പ്രൊട്ടക്ഷൻ അവയർനെസ്, ഡിസ്റ്റിങ്ക്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, കോമൺ കൾച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് കിൻഷിപ്പ്, ഇഗാലിറ്റേറിയൻ വാല്യൂസ്, സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. ഇനി നമുക്ക് അതിലെ ഓരോ പോയിന്റിന്റെയും പ്രത്യേകതകൾ എന്താ എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ കുട്ടികളെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രൈബ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ സവിശേഷതകളെ കുറിച്ചാണ് അല്ലേ നമ്മൾ പറഞ്ഞത്. അതിൽ 11 പോയിന്റ് ടീച്ചർ പോയിന്റ് പറഞ്ഞു തന്നു. ഇനി അതിലെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് എന്താ എന്ന് വിശദീകരിക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഡെഫിനിറ്റ് കോമൺ ടോപ്പോഗ്രഫി. അതായത് ഗോത്രവർഗക്കാരുടെ പ്രത്യേകതയാണ് ഡെഫിനിറ്റ് കോമൺ ടോപ്പോഗ്രഫി, കൃത്യമായ പൊതുവായ ഭൂപ്രകൃതി. ഗോത്രവർഗക്കാരായിട്ടുള്ള ഈ ആളുകള് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾസ് എപ്പോഴും കൃത്യമായ ഭൂപ്രകൃതിയിൽ മാത്രം താമസിക്കുന്നവരായിരിക്കും. നമ്മളെ പോലെ സാധാരണ ജനങ്ങളെ പോലെ പല സ്ഥലങ്ങളിലും അല്ല അവർ താമസിക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ട്രൈബൽ പീപ്പിൾ live within a definite topography and it is a common place for all the members of a particular tribe occupying that region. ഗോത്രവർഗക്കാർക്ക് ഒരു നിശ്ചിത ഭൂപ്രകൃതിയിൽ താമസിക്കുന്നവരായിരിക്കും ഗോത്രവർഗക്കാർ. കൂടാതെ ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രത്യേകം ഗോത്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുവായ ഒരു സ്ഥലമാണിത്. അപ്പൊ ഒരു നിശ്ചിത ഭൂപ്രകൃതിയിൽ മാത്രം താമസിക്കുന്ന ആളുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? ഗോത്ര സമൂഹം, ട്രൈബൽ സൊസൈറ്റി അഥവാ ട്രൈബൽ പീപ്പിൾസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരൊരു നിശ്ചിത വനാന്തരങ്ങളിലായിരിക്കും അവര് താമസം ഉണ്ടായിരിക്കുക. അപ്പൊ കേരളത്തിലൊക്കെ ചോലനായക്കൾ എന്ന പേരുള്ള ഒരു വിഭാഗം നമ്മളുടെ നിലമ്പൂര് മുണ്ടേരി ഈ കാടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്, ഇന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ചോലനായക്കൾ എന്ന പേരുള്ള ഒരു തരം ഗോത്ര വിഭാഗങ്ങള് ഈ നിലമ്പൂര് ഏരിയയിലെ വനാന്തരങ്ങളിൽ താമസിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഗോത്രവർഗക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് വിട്ടു പോവില്ല. അവരുടെ പ്രദേശത്ത് മാത്രമായിരിക്കും അവർ താമസിക്കുക. കാരണം വനത്തിന്റെ ഉള്ളില് കായ്ക്കനികളും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ വേട്ടയാടിയിട്ടും ഒക്കെ ശേഖരിച്ചും ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ തൊഴിലിന് വേണ്ടി അവർ പുറത്തേക്ക് പോകാറില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴാണ് അവരിലൊക്കെ മാറ്റം വന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഗോത്രവർഗക്കാർക്ക് ഒരു ഡെഫിനിറ്റ് ടെറിറ്ററി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഡെഫിനിറ്റ് കോമൺ ടോപ്പോഗ്രഫി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം കൃത്യമായ ഭൂപ്രകൃതി, പൊതുവായിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഗോത്രവർഗക്കാർക്കുണ്ട് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് സെക്കൻഡ് പോയിന്റ്, സെൻസ് ഓഫ് യൂണിറ്റി. മാത്രല്ല എന്താ സെൻസ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാല്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ? ഒരുമ അഥവാ ഐക്യബോധം. ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഈസ് ആൻ ഇൻവാരിയബിൾ നെസസിറ്റി ഫോർ എ ട്രൂ ട്രൈബൽ ലൈഫ്. ട്രൈബൽ ജീവിതത്തിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു അത്യാവശ്യ ഘടകമാണ് സെൻസ് ഓഫ് യൂണിറ്റി. ഗോത്ര ജീവിതത്തിന് എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഐക്യബോധം. അവർക്ക് നല്ല ഒരുമയായിരിക്കും. അതായത് അവരെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്ത് ആപത്ത് പറ്റിയാലും അവർ ഒരുമിച്ച് പോരാടും. അതുകൊണ്ടാണ് സെൻസ് ഓഫ് യൂണിറ്റി. അവർക്ക് ഐക്യബോധവും ഒരുമയും ഉണ്ടായിരിക്കും. ഗോത്രവർഗക്കാരുടെ ജീവിതത്തിലെ ട്രൈബൽ ലൈഫില് എപ്പോഴും ഐക്യബോധം ഉണ്ടായിരിക്കും എന്ന് പറയാനുള്ള കാരണം, the very existence of a tribe depend upon tribal sense of unity during time, peace and war. സമാധാനത്തിന് വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയും അവർ എന്തിനെ ആശ്രയിക്കുന്നു? യുദ്ധത്തിന്റെ സമയത്തും സമാധാനത്തിന്റെ സമയത്തൊക്കെ അവര് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? യൂണിറ്റി, അതായത് ഐക്യബോധത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗോത്രവർഗക്കാർക്ക് എന്തുണ്ട് എന്ന് പറയാനുള്ള കാരണം, സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, ഐക്യബോധം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. തേർഡ് പോയിന്റ് ആണ് എൻഡോഗാമസ് ഗ്രൂപ്പ്. അതായത് എൻഡോഗാമസ് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? ഗോത്ര വിഭാഗങ്ങള് ദ ട്രൈബൽ പീപ്പിൾ ജനറലി ഡു നോട്ട് മാരി ഔട്ട്സൈഡ് their tribe and marriage within tribe is highly appreciated and much അപ്ലൂഡഡ്. അതായത് ട്രൈബൽ പീപ്പിൾസ് പുറത്ത് പോയി വിവാഹം ചെയ്യാതെ അവരുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ് എൻഡോഗാമസ് ഗ്രൂപ്പ് ആണ് എന്ന് പറയാനുള്ള കാരണം.
അതായത് ഗോത്രങ്ങൾ പൊതുവെ അവരുടെ തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും പുറത്ത് വിവാഹം കഴിക്കാറില്ല. അവർ ഉള്ളിലുള്ള ആളുകളെ തന്നെ വിവാഹം കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം എൻഡോഗാമസ് ഗ്രൂപ്പാണ് എന്ന് പറയാനുള്ള കാരണം. അവർ ഔട്ട്സൈഡ് മാരേജിനെ പ്രോത്സാഹിക്കാതെ ഇൻസൈഡ് ഉള്ളിലുള്ള ആളുകളെ തന്നെ അവരുടെ ഗോത്രത്തിലുള്ള ആളുകളെ തന്നെ വിവാഹം ചെയ്യാറുള്ളത്. അടുത്ത പോയിന്റാണ് കോമൺ ഡയലക്റ്റ്. അതായത് സാധാരണ ഒരു നോർമൽ ഭാഷയാണ് അവർ ഉപയോഗിക്കുക. ഡയലക്റ്റ് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഭാഷ. കോമൺ ഡയലക്റ്റ് പറഞ്ഞാൽ സാധാരണ ഭാഷ. മെമ്പേഴ്സ് ഓഫ് എ ട്രൈബൽ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ദെയർ വ്യൂസ് ഇൻ എ കോമൺ ഡയലക്റ്റ്. ദിസ് എലമെന്റ് ഫർദർ സ്ട്രെങ്തൻസ് ദെയർ സെൻസ് ഓഫ് യൂണിറ്റി. ഗോത്ര സമൂഹത്തിലെ അംഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഒരു പൊതുഭാഷയിൽ കൈമാറുന്നു. മാത്രമല്ല അവരുടെ ഐക്യബോധത്തെ കൂടുതൽ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ യൂണിറ്റിയും ഒരുപോലെ ആയിരിക്കും. അവരുടെ ഐക്യബോധം ഈ ഒരേ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ഐക്യബോധത്തെ അത് ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് കോമൺ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻഷിപ്പ്. ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താണ്? രക്തബന്ധങ്ങൾ. Blood relationship is a greatest bond and most powerful force inculcating the sense of unity among the tribal. ഗോത്രവർഗക്കാർക്കിടയിൽ ഐക്യബോധം വളർത്തുന്ന ഏറ്റവും വലിയ ബന്ധം, അതായത് അവരുടെ ശക്തമായ ശക്തിയായി നിലനിൽക്കുന്നത് ബ്ലഡ് റിലേഷൻ ആണ്, രക്തബന്ധമാണ്. ബ്ലഡ് റിലേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബോണ്ട് and most powerful force inculcating the sense of unity among the tribals. ഗോത്രവർഗക്കാർക്കിടയിൽ ഐക്യബോധം വളർത്തുന്ന ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധമാണ്. ആൻഡ് ആറാമത്തെ ക്യാരക്ടറാണ് പ്രൊട്ടക്ഷൻ അവയർനെസ്. എന്താണ്? സംരക്ഷണത്തിന്റെ അവബോധം. അവർക്ക് സംരക്ഷണത്തെ കുറിച്ചൊന്നും വലിയ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് സംരക്ഷണ അവബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് നമുക്ക് നോക്കാം. ട്രൈബൽ പീപ്പിൾ ആൾവേസ് നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ ആൻഡ് ഫോർ ദിസ് എ സിംഗിൾ പൊളിറ്റിക്കൽ അതോറിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഓൾ ദ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദിസ് അതോറിറ്റി. ഗോത്രവർഗക്കാർക്ക് എപ്പോഴും നുഴഞ്ഞു കയറ്റത്തിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ്. ഇതിനായി ഒരൊറ്റ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കപ്പെടുന്നു. എല്ലാ അധികാരങ്ങളും എന്തായിരിക്കും? ഈ സഹായം അതായത് അവർക്ക് എപ്പോഴും ഗോത്രവർഗക്കാർക്കിടയിൽ പല രീതിയിലുള്ള നുഴഞ്ഞു അതായത് ഈ എന്താ പറയുക, രാജ്യത്തിനെ തകർക്കാനൊക്കെ വേണ്ടി രാഷ്ട്രീയ എക്സ്ട്രീമിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, തീവ്രവാദികളോ അതേപോലെ തന്നെ ഭീകര സംഘടനകളൊക്കെ ഗോത്രവർഗക്കാർക്കിടയിൽ നുഴഞ്ഞു കയറാറുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള സാഹചര്യം വരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്. ഗോത്രവർഗക്കാർക്ക് എപ്പോഴും നുഴഞ്ഞു കയറ്റത്തിൽ നിന്ന് ത്തിനായി രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കപ്പെടുന്നു. എല്ലാ അധികാരങ്ങളും ഈ അധികാരത്തിൽ നിക്ഷിപ്തമാണ്. അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ഗോത്രസമിതി രാഷ്ട്രീയ അധികാരം ആസ്വദിക്കുന്ന വ്യക്തിയുടെ അധികാരത്തിൽ നിക്ഷിപ്തമാണ്. മാത്രമല്ല ഗോത്രത്തലവന്റെ ഗോത്രത്തിന്റെ സുരക്ഷ വൈദഗ്ധ്യത്തിനും മാനസികാവസ്ഥയ്ക്കും വിട്ടുകൊടുക്കുന്നു. ഗോത്രത്തെ നിരവധി ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിനും അതിൻ്റെതായ നേതാവ് നയിക്കപ്പെടുന്നു. ഇപ്പൊ ഗോത്രവർഗക്കാർക്കിടയിലും ചില സമയത്ത് പല രീതിയിൽ നുഴഞ്ഞു കയറ്റക്കാർ കയറുമ്പോൾ ആ ഗോത്രവർഗക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് രാഷ്ട്രീയ അധികാരം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു നേതാവിനെ അവര് സ്ഥാപിക്കും. അങ്ങനെ ആ നേതാവായിരിക്കും അവരുടെ എല്ലാവിധ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ അവയർനെസ്. ഏഴാമത്തെ പോയിന്റാണ് ഡിസ്റ്റിങ്ക്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടന.
ട്രൈബൽസിന്റെ മറ്റൊരു ക്യാരക്ടർ, ഏഴാമത്തെ ക്യാരക്ടറാണ് ഡിസ്റ്റിങ്ക്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടന. Every tribe has its own distinct political organization which look after the interest of tribal people. ഓരോ ഗോത്രത്തിനും അവരുടേതായ പ്രത്യേക രാഷ്ട്രീയ സംഘടനയുണ്ട്. അത് ഗോത്ര ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഓരോ ഗോത്രത്തിനും അവരുടേതായ പ്രത്യേക രാഷ്ട്രീയ സംഘടനകളുണ്ട്. അത് ഗോത്ര ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. മുഴുവൻ രാഷ്ട്രീയ അധികാരവും ഒരു ഗോത്ര മേധാവിയുടെ കൈകളിലാണ്. ചില ഗോത്രങ്ങളിൽ ഗോത്ര തലവനെ ഗോത്രത്തിന്റെ താൽപ്പര്യങ്ങൾ തന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്നത് ഗോത്ര കമ്മിറ്റികൾ നിലവിലുണ്ട്. ഓരോ ഗോത്രത്തിനും അവരുടേതായിട്ടുള്ള പ്രത്യേക രാഷ്ട്രീയ സംഘടനകളുണ്ട്. അത് ഗോത്ര ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. മുഴുവൻ രാഷ്ട്രീയ അധികാരവും ഒരു ഗോത്ര മേധാവിയുടെ കൈകളിലായിരിക്കും. ചില ഗോത്രങ്ങൾ ഗോത്ര തലവനെ ഗോത്രത്തിന്റെ താൽപ്പര്യങ്ങൾക്കായി തന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതിന് ഗോത്ര കമ്മിറ്റികൾ നിലവിലുണ്ട്. അതേപോലെ തന്നെ കോമൺ കൾച്ചർ. എന്താണ് ഗോത്രക്കാരുടെ കോമൺ കൾച്ചർ എന്ന് നോക്കാം. Common culture of a tribe derives from the sense of unity which depends on sharing a common language, common religion, common political organization. ഗോത്രത്തിന്റെ പൊതു സംസ്കാരം ഉടലെടുത്തു വരുന്നത് ഐക്യബോധത്തിൽ നിന്നാണ്. കോമൺ കൾച്ചർ ഓഫ് എ ട്രൈബ് ഡിറൈവ് ഫ്രം സെൻസ് ഓഫ് യൂണിറ്റി. ഗോത്രത്തിന്റെ ഒരു പൊതു സംസ്കാരം സെൻസ് ഓഫ് യൂണിറ്റി ഉടലെടുക്കുന്നത് ഏതിൽ നിന്നാണ് എന്നാണ് പറയുന്നത്? അതായത് ഐക്യബോധത്തിൽ നിന്നാണ്. ഗോത്രത്തിന്റെ പൊതു സംസ്കാരം കോമൺ കൾച്ചർ ഉടലെടുക്കുന്നത് ഐക്യബോധത്തിൽ നിന്നാണ്. അതൊരു പൊതുഭാഷ, പൊതുമതം, പൊതു രാഷ്ട്രീയ സംഘടന എന്നിവയെ പങ്കിടുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഗോത്രത്തിന്റെ കോമൺ കൾച്ചർ ഉടലെടുക്കുന്നത് സെൻസ് ഓഫ് യൂണിറ്റിയിൽ നിന്നാണ്. ഗോത്രത്തിന്റെ പൊതു സംസ്കാരം ഉടലെടുക്കുന്നത് സെൻസ് ഓഫ് യൂണിറ്റി അഥവാ ഐക്യബോധത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു പൊതുഭാഷ, പൊതുമതം, പൊതു രാഷ്ട്രീയ സംഘടന എന്നിവ പങ്കിടുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പൊതു സംസ്കാരം ഗോത്രവർഗക്കാർക്കിടയിൽ ഏകീകൃത ജീവിതം സൃഷ്ടിക്കുന്നു. കോമൺ കൾച്ചർ പ്രൊഡ്യൂസ് എ ലൈഫ് ഓഫ് ഹോമോജിനിറ്റി എമംഗ് ദ ട്രൈബൽസ്. പൊതു സംസ്കാരം ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു ഏകീകൃത ജീവിതം സൃഷ്ടിക്കുന്നു. ഇനി അടുത്ത 9ാമത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് കിൻഷിപ്പ്, രക്തബന്ധത്തിന്റെ പ്രാധാന്യം. എന്താണ് ഗോത്രവർഗക്കാർക്കിടയിലെ രക്തബന്ധത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് കിൻഷിപ്പ് ഫോംസ് ദ ബേസിസ് ഓഫ് ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ. Most tribes are divided into exogamous clans and lineages. ഗോത്ര സാമൂഹിക സംഘടനയുടെ അടിസ്ഥാനം രക്തബന്ധമാണ്. മിക്ക ഗോത്രങ്ങളും വിവാഹീതര വംശങ്ങളായും വംശപരമ്പരകളായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഗോത്ര സാമൂഹിക ഘടനയുടെ അടിസ്ഥാനം അതായത് കിൻഷിപ്പ് ഫോംസ് ദ ബേസിസ് ഓഫ് ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ. ഗോത്ര സാമൂഹിക സംഘടനയുടെ ബേസ് എന്ന് പറയുന്നത് കിൻഷിപ്പ് ആണ്. കിൻഷിപ്പ് ഫോംസ് ദ ബേസിസ് ഓഫ് ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ. ഗോത്ര സാമൂഹിക സംഘടനയുടെ അടിസ്ഥാനം രക്തബന്ധമാണ്. മിക്ക ഗോത്രങ്ങളും വിവാഹേതര വംശങ്ങളായും വംശപരമ്പരകളായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് സമത്വ മൂല്യങ്ങൾ. എന്തൊക്കെയാണ് സമത്വ മൂല്യങ്ങൾ നോക്കാം. ഇഗാലിറ്റേറിയൻ വാല്യൂസ്. സമത്വ മൂല്യങ്ങൾ. The tribal social organization is based on the principles of equity. Thus, there are no institutionalized inequality such as in the caste system or sex-based inequality. Thus, men and women enjoyed equal status and freedom. ഗോത്ര സാമൂഹിക സംഘടന സമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗോത്ര സാമൂഹിക സംഘടന അതായത് ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ ഈക്വാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ജാതി വ്യവസ്ഥയിലോ അടിസ്ഥാന സൗകര്യങ്ങളിലോ പോലുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട അസമത്വങ്ങൾ നിലവിലില്ല. അങ്ങനെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ പദവിയും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു. ഗോത്രവർഗക്കാർക്കിടയില്
അസമത്വങ്ങൾ പോലുള്ള വേർതിരിവുകളൊന്നുമില്ല. അസമത്വങ്ങൾ നിലനിൽക്കുന്നില്ല. മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗോത്രവർഗക്കാർക്കിടയിൽ തുല്യ പദവിയും സ്വാതന്ത്ര്യവും ലഭിക്കും. അതുകൊണ്ടാണ് ഗോത്രവർഗക്കാർ എങ്ങനെയാണെന്ന് പറയാനുള്ളത്. കാരണം ഇഗാലിറ്റേറിയൻ വാല്യൂ, സമത്വ മൂല്യങ്ങൾ പിന്തുടരുന്നവരാണ് ഗോത്രവർഗക്കാർ. കാരണം ഗോത്രവർഗക്കാർക്കിടയിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്നില്ല. അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയും അതേപോലെ സ്വാതന്ത്ര്യവും നൽകപ്പെടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. എന്താ സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ ലളിതമായ രൂപം. ട്രൈബൽസിന്റെ മറ്റൊരു ക്യാരക്ടറാണ് സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. മതത്തിന്റെ ലളിതമായ രൂപങ്ങൾ. ട്രൈബ്സ് ബിലീവ് ഇൻ സർട്ടൻ മിത്ത് ആൻഡ് എ റെഡിമെന്ററി ടൈപ്പ് ഓഫ് റിലീജിയൻ. ഗോത്രങ്ങൾ ചില കെട്ടുകഥകളിലും ഒരു അടിസ്ഥാന തരം മതത്തിലും വിശ്വസിക്കുന്നു. ഗോത്രങ്ങൾ പല കെട്ടുകഥകളിലും അതേപോലെ തന്നെ മിത്തുകളിലൊക്കെയാണ് ആര് വിശ്വസിക്കുന്നത്? ഗോത്രവർഗങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് മതത്തിന്റെ ലളിതമായ രൂപം എന്ന് പറഞ്ഞാൽ ഗോത്രവർഗങ്ങൾ ചില കെട്ടുകഥകളിലും അടിസ്ഥാന തരത്തിലുള്ള മതങ്ങളിലും വിശ്വസിക്കുന്നു. കൂടാതെ ഗോത്രങ്ങളിലെ അംഗങ്ങളുമായി നിഗൂഢ ബന്ധം പുലർത്തുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പ്രതീകാത്മക വസ്തുവിലുള്ള ടോട്ടോമുകളിലും അവർ വിശ്വസിക്കുന്നു. അതായത് അവര് ഗോത്രവർഗക്കാരുടെ വർഷിപ്പ്, ആരാധന എന്ന് പറയുന്നത് അവർ പല രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾ, അതായത് കല്ലിന്മേൽ കൊത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ അവര് ദൈവസങ്കല്പമായി കണക്കാക്കുന്നത് ചില ശിലകളേനെയാണ്. അപ്പൊ ആ ശിലകളിലൂടെയൊക്കെ അവർ ദൈവികമായ സങ്കല്പങ്ങൾ നടത്തുകയും ആരാധന ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്, മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കെട്ടുകഥകളും അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള റിലീജിയസ് പ്രാക്ടീസും ഉണ്ടാവാറുണ്ട്. അവർ സിംബോളിക് ആയിട്ട് കാണുന്നത് അവരിലെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരു ദൈവിക രൂപമായിട്ട് കാണുന്നത് ശിലകളെയാണ്. അതാണ് ടോട്ടോമുകളിലും വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം കേട്ടോ. വിച്ച് ഈസ് ദ സിംബോളിക് ഒബ്ജക്റ്റ് സിഗ്നിഫൈ ഒബ്ജക്റ്റ് ഹാവിങ് മിസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ട്രൈബ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? അവര് അംഗങ്ങളുമായി നിഗൂഢ ബന്ധം പുലർത്തുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പ്രതീകാത്മക വസ്തുക്കളിലും അവർ വിശ്വസിക്കുന്നു. അതായത് അവർ എന്തെങ്കിലും സിമ്പല്, ശിലകളേനെയൊക്കെ ദൈവിക രൂപമായി കണ്ട് ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് മതത്തിന്റെ ലളിതമായ രൂപം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും ഈ പോയിന്റ് തന്നെ മനസ്സിലാക്കിയാൽ മതി. അതായത് ട്രൈബൽസിന്റെ സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 11 പോയിന്റ് നിങ്ങൾ എഴുതിയിടുക. എന്നിട്ട് ഓരോന്നും നിങ്ങളതായ രീതിയിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മതി. കൂടുതലായിട്ടൊന്നും എഴുതണ്ട. നിങ്ങളതായ രീതിയിൽ ചെറിയ കാര്യങ്ങൾ വെച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയും. ഈ ട്രൈബ്സ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ് ഇൻ ഇന്ത്യ. ഇനി നമുക്ക് എടുക്കാനുള്ളത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ട്രൈബ്സ് ഇൻ സെൻട്രൽ ഇന്ത്യ. കേന്ദ്രീയമായ നമ്മുടെ ഇന്ത്യയിലെ ട്രൈബൽസിന്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അതും കൂടി എടുത്ത് അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായെന്ന് പരിശോധിക്കാം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 5th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ട്രൈബൽസ് ഇൻ സെൻട്രൽ ഇന്ത്യ. അതായത് സാമൂഹികവും സാമ്പത്തികമായ സാഹചര്യങ്ങൾ, ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പറയുന്നത്. ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള കണ്ടീഷൻ, സാഹചര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം ബോർഡും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരും. അതേപോലെ
ഇതൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളിത് ഡിഫൈൻ ചെയ്താൽ മതി. ക്ലാസ് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. അതല്ലാതെ ഈ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും നിങ്ങൾ പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ ടോപ്പിക്ക്, ആ ടോപ്പിക്ക് വളരെ മനസ്സിലാക്കി അതിൽ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളതായ രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. Tribal community, especially in the central belt of India, are characterized by declining access to land and other resources due to land alienation and increased diversion of forest and other common property resources for development projects. അതായത് എന്താണ് അവിടെ പറയുന്നത് നോക്കിക്കോളൂ. ട്രൈബൽ കമ്മ്യൂണിറ്റി എക്സ്പെഷ്യലി ഇൻ ദ സെൻട്രൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ. അതെ, വികസന പദ്ധതികൾക്കായി വനത്തിൻ്റെയും മറ്റു പൊതു സ്വത്തുക്കളുടെയും വർദ്ധിച്ചു വരുന്ന വഴിതിരിച്ചുവിടൽ, ഭൂമി അന്യാധീനപ്പെടൽ എന്നിവ കാരണം the tribal community, especially central belt of India, are characterized by declining access to land and other resources due to land alienation and increased diversion of forest and other common property resources for development projects. അതായത് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളുടെ ഭാഗമായി വികസന പദ്ധതികൾക്കായി വനത്തിൻ്റെയും മറ്റു പൊതു സ്വത്തുക്കളുടെയും ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളുടെ ഭാഗമായി ഫോറസ്റ്റിൻ്റെയും കോമൺ പ്രോപ്പർട്ടി എന്ന പൊതു സ്വത്തുക്കളുടെയും വർദ്ധിച്ചു വരുന്ന വഴി തിരിച്ചുവിടൽ, ഡൈവേർഷൻ, ഭൂമി അന്യാധീനപ്പെടൽ എന്നിവ കാരണം ഭൂമിയിലേക്കും മറ്റു വിഭവങ്ങളിലേക്കുമുള്ള ലഭ്യത കുറയുന്നതിന്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മധ്യമേഖലയിലെ ഗോത്ര സമൂഹങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മോശമാകുന്നതിന് കാരണമായി. മാത്രമല്ല, ആദിവാസി ജനസംഖ്യയുടെ വലിയൊരു ശതമാനം പേർ ശരിയായ പുനരധിവാസമില്ലാതെ അവരുടെ പരമ്പരാഗത ഉപജീവന മാർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡെവലപ്മെന്റ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് വനങ്ങളും കോമൺ പ്രോപ്പർട്ടി പൊതു സ്വത്തും ഗവൺമെന്റ് ഏറ്റെടുത്തത് കൊണ്ട് ആദിവാസികൾക്ക് അവരുടെ പരമ്പരാഗതമായ തൊഴിലും അതേപോലെ തന്നെ അവർക്ക് പുനരധിവാസവും ഇല്ലാതെയായി. മാത്രമല്ല, അവരുടെ ഉപജീവന മാർഗത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അതാണ് അവർ സാമൂഹികമായും സാമ്പത്തികമായും നേരിട്ട് ഫേസ് ചെയ്ത പ്രധാന ഇഷ്യൂ. അതായത് എന്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ് പ്രൊജക്റ്റിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഫോറസ്റ്റും കോമൺ പ്രോപ്പർട്ടിയും പൊതു സ്വത്തും ഗവൺമെന്റ് ഈ വിഭവങ്ങളൊക്കെ ഈ റിസോഴ്സസ് ഒക്കെ ഗവൺമെന്റ് തിരിച്ചു പിടിച്ചതിൻ്റെ ഭാഗമായി ഒരുപാട് ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തൊഴിലുകളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ അതേപോലെ പിന്നെന്താ പറയുന്നത്, അവരുടെ പുനരധിവാസം ഒന്നും നടക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. ടീച്ചർ ഇതിൽ കുറച്ച് കാര്യം എഴുതിയിട്ടിട്ടുള്ളൂ. ആ പാരഗ്രാഫ് മൊത്തം വേണം കേട്ടോ. ഒന്നുകൂടി പറയാം. ദ ട്രൈബൽ കമ്മ്യൂണിറ്റി എക്സ്പെഷ്യലി ഇൻ ദ സെൻട്രൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ are characterized by declining access to land and other resources due to land alienation and increased diversion of forest and other common property resources for development projects. As a result, disproportionately high percentage of tribal population has been displaced from traditional pattern of livelihood without proper rehabilitation. അതായത് വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഫോറസ്റ്റും കോമൺ പ്രോപ്പർട്ടിയും ഗവൺമെന്റ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ആദിവാസികൾക്ക് അവരുടെ പുനരധിവാസവും അതേപോലെ തന്നെ അവരുടെ കാലാകാലം ചെയ്തു വന്നിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ജീവനോപാധിയും നഷ്ടപ്പെടാൻ കാരണമായി.
അതൊരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മധ്യേന്ത്യയിലെ ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ മധ്യേന്ത്യയിലെ, സെൻട്രൽ ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വികസനത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഫോറസ്റ്റും പൊതുമുതലും ഗവൺമെന്റ് തിരിച്ചു പിടിച്ചതിന്റെ ഭാഗമായി ഒരുപാട് ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗം, പരമ്പരാഗതമായി അവർ ചെയ്തു വന്നിരുന്ന ഉപജീവന മാർഗവും അതേപോലെ തന്നെ അവരുടെ പുനരധിവാസവും ഇല്ലാതാകാൻ കാരണമായി തീർന്നു. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിലൂടെ പറയുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പാരഗ്രാഫാണ് പറയുന്നത്, of the total 104.3 million people belonging to various tribes, 705, about 4/5 live in the heart of India, comprising the states of Rajasthan, Gujarat, Maharashtra, Madhya Pradesh, Chhattisgarh, Jharkhand, Karnataka, Andhra Pradesh, Telangana, Odisha and West Bengal. അതായത് വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ആകെ 104.3 ദശലക്ഷം ആളുകൾ, ഏകദേശം 705 ലക്ഷം വരുന്ന ആളുകൾ, ഏകദേശം 1/4 ഭാഗവും രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ് താമസിക്കുന്നത്. ഈ ആളുകൾക്കൊക്കെ അവരുടെ വീടും ഈ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ട്രൈബൽസിന് ഏകദേശം 104.3 മില്യൺ വരുന്ന ട്രൈബൽസിന് അവരുടെ എന്തൊക്കെ നഷ്ടപ്പെടാൻ കാരണമായി എന്നാ പറയുന്നത്? അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഉപജീവന മാർഗവും ട്രഡീഷണൽ ആയിട്ടുള്ള ലിവ്ലിഹുഡും അതേപോലെ തന്നെ അവരുടെ വാസ സൗകര്യവും ഒക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമായി. അതും എന്ത് കണ്ടീഷനാണ്? സാമൂഹിക സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. The socio-economic condition of tribal living the state are in several ways different from those living in northeast India. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ താമസിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഭാഗത്ത് താമസിക്കുന്ന രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഇവിടെയൊക്കെ താമസിക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ താമസിക്കുന്നവരിൽ നിന്നും പലതരത്തിൽ വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ ഏത് മേഖലയിൽ നിന്നും വ്യത്യസ്തമാണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിൽ താമസിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവ പ്രധാനമായും വനപ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഉയർന്ന ദാരിദ്ര്യ സാന്ദ്രതയുള്ളതുമായ പ്രദേശങ്ങളായതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദിവാസികളെ അപേക്ഷിച്ച് ഈ പ്രദേശങ്ങളിലെ ആദിവാസികൾ സാമൂഹികമായും സാമ്പത്തികമായും വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ മക്കളെ, വടക്ക് കിഴക്കൻ മേഖലകളുമായിട്ട് ഈ സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും ഈ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. The problem of poverty, confounding the multidimensional in nature including income and human vulnerability. മാത്രമല്ല ദാരിദ്ര്യമായിരുന്നു ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ നേരിടുന്ന പ്രധാന പ്രശ്നം. വരുമാനവും മനുഷ്യന്റെ ദുർബലതയും ഉൾപ്പെടെ ബഹുമുഖ സ്വഭാവമാണ് അവിടെ പ്രകടിപ്പിച്ചിരുന്നത്. അവിടെ എന്താ പറയുക, മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ബഹുമുഖ പ്രതിഭാസം അഥവാ ബഹുമുഖ സ്വഭാവം എന്നൊക്കെ പറയും. ദാരിദ്ര്യവും ഉണ്ടായിരുന്നു,
അതേപോലെ തന്നെ വരുമാനത്തിൽ കുറവുണ്ടായിരുന്നു, അതേപോലെ തന്നെ മനുഷ്യന് ദുർബലരായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന വ്യക്തികളാണ്. മാത്രമല്ല മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്തിരുന്നത്. മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോവർട്ടിയും അതേപോലെ തന്നെ ഇൻകത്തിൻ്റെ വരുമാനത്തിൻ്റെ കുറവും അതേപോലെ തന്നെ ഹ്യൂമൻ വാല്യനറബിലിറ്റി മാനുഷിക ദുർബലതയും ഒക്കെ ഫേസ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഈ സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ജനങ്ങൾ. അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളായിരുന്നു ഈ പറയുന്ന സംസ്ഥാനത്തിലെ ആളുകൾ. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലേക്കാണ് കടക്കുന്നത്. The Adivasis living in the hinterland of the state are characterized by low level of human capital, lack of political participation in the decision making process and no political voice. സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സവിശേഷത താഴ്ന്ന നിലയിലുള്ള എന്താണ് അവർക്കുള്ളത്? ലോ ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. മാനുഷിക മൂലധനം എന്ന് പറയുന്നത് താഴ്ന്ന നിലയിലുള്ള മനുഷ്യ മൂലധനമായിരുന്നു. അതേപോലെ തന്നെ പിന്നെന്താണ്? ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. രാഷ്ട്രീയമായ പങ്കാളിത്തത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. പിന്നെന്താണ്? പൊളിറ്റിക്കൽ വോയിസ്, രാഷ്ട്രീയ ശബ്ദമില്ലായ്മ. അപ്പോൾ ഈ എന്താ ഇവിടെ പറയുന്നത്? ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഇപ്പം മുകളിൽ കുറേ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു ടീച്ചർ അല്ലേ? രാജസ്ഥാൻ ആയാലും ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആദിവാസി ഉള്ള ഏരിയയിൽ താമസിക്കുന്ന ഹിന്റർലാൻഡ് പറഞ്ഞാൽ എന്താണ്? ഹിന്റർലാൻഡ് പറഞ്ഞാൽ എന്താ? വനത്തിൻ്റെ ഉൾഭാഗത്ത് താമസിക്കുന്ന ആദിവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോ ലെവൽ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ കുറവും പിന്നെ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ അഭാവവും ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, തീരുമാനമെടുക്കൽ പ്രക്രിയയുടെയും രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെയും അഭാവവും നോ പൊളിറ്റിക്കൽ വോയിസ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശബ്ദം പോലും ഈ ഉള്ളേരിയയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വളരെ ദരിദ്രരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഈ സംസ്ഥാനത്തിൻ്റെ ഹിന്റർലാൻഡിലുള്ള ഏരിയയിൽ താമസിക്കുന്ന ആദിവാസികൾ. അവർ വളരെയധികം സാമൂഹികമായും സാമ്പത്തികപരമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർക്കൊരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയും, അവരുടെ മനുഷ്യ മൂലധനം അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോ ലെവലായിരുന്നു. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയായിരുന്നു? അതിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വോയിസ് അവർക്ക് ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയമായ ശബ്ദം അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെയധികം സാമൂഹികമായും സാമ്പത്തികമായിട്ടും ദുരിതം അനുഭവിക്കുന്ന ആളുകളായിരുന്നു ഈ സംസ്ഥാനങ്ങളിലെ ആളുകൾ. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് the major causes of tribal poverty are lack of access to secure productive resources such as land, forest, other common property resources like grazing ground, pond, tank. അതായത് പിന്നീട് ഇവിടെ പറയുന്നത് കാടുകൾ, മേച്ചിൻപുറങ്ങൾ, അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ major causes of tribal poverty and lack of access to secure productive resources such as land, forest, other common property resources like grazing ground, pond, tank. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റും പിന്നെ കോമൺ പൊതു സ്വത്തുമൊക്കെ
വിഭവങ്ങൾക്ക് വേണ്ടി എന്തിനൊക്കെ വേണ്ടിയിട്ട് ഗ്രാസിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടും പോണ്ടിന് വേണ്ടിയിട്ടും ടാങ്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചതിനാൽ പലതരത്തിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിനാൽ എന്നാണ് ഇവിടെ പറയുന്നത്, നോക്കിക്കോളൂ. അതായത് ഭൂമി, വനങ്ങൾ, മേച്ചിൻപുറങ്ങൾ, കുളങ്ങൾ, ടാങ്കുകൾ തുടങ്ങിയ പൊതു സ്വത്തുക്കൾ പോലുള്ള സുരക്ഷിതമായ ഉൽപാദന വിഭവങ്ങൾ ലഭ്യമല്ലാത്തതാണ് ആദിവാസി ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയും മേജർ കേസ് ഓഫ് ട്രൈബൽ പോവർട്ടി. ട്രൈബൽ പോവർട്ടിയുടെ പ്രധാന കാരണം മേജർ കോസ് എന്ന് പറയുന്നത് എന്താണ്? മേജർ കേസ് ഓഫ് ട്രൈബൽ പോവർട്ടി ആർ ലാക്ക് ഓഫ് ആക്സസ് ടു സെക്യൂർ പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അതായത് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിയും അതേപോലെ തന്നെ വനങ്ങളും മേച്ചിൻപുറങ്ങളും കുളങ്ങളും ടാങ്കുകളൊക്കെ പൊതു സ്വത്തുക്കൾ പോലുള്ള സുരക്ഷിതമായ ഉൽപാദന വിഭവങ്ങൾ ലഭ്യമല്ലാത്തതാണ് ആദിവാസി ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. അപ്പൊ ആദിവാസി ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? അതായത് അവർക്ക് വനാന്തരങ്ങളിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ട കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. കാർഷികപരമായിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഈ ആദിവാസികളുടെ ദാരിദ്ര്യത്തിന് കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഭൂമി, വനങ്ങൾ, മേച്ചിൻപുറങ്ങൾ, കുളങ്ങൾ, ടാങ്കുകൾ തുടങ്ങിയ പൊതു സ്വത്തുക്കൾ പോലുള്ള സുരക്ഷിതമായ ഉൽപാദന വിഭവങ്ങൾ ലഭ്യമല്ലാത്തതാണ് ആദിവാസികളുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. ആൻഡ് ദെൻ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ലാൻഡ് അലിനിയേഷൻ ആൻഡ് ഇൻഡെബിറ്റ്നെസ്. അതേപോലെ തന്നെ അവർ പിന്നെ ലാൻഡ് അലിനിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. ലാൻഡ് അലിനിയേഷൻ ആൻഡ് ഇൻഡെബിറ്റ്നെസ്, അതായത് അവരുടെ ഭൂമി അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനും അതേപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടുന്നതിനും അതേപോലെ അതുമൂലം അവർ എന്ത് ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്? മാർജിനലൈസ്ഡ് പീപ്പിളായി മാറി, മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ജനതയായി മാറുന്നതിനും കാരണമായി എന്നാണ് പറയുന്നത്. ഭൂമി നഷ്ടപ്പെടുന്നതിനും അതേപോലെ തന്നെ മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നതിനും അവർക്ക് ഇത് കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല പിന്നീട് എന്താ പറയുന്നത്? ദ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഇൻഫാന്റ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, സ്കിൽഡ് ഹെൽത്ത് കെയർ ആർ ദ ബോസ്റ്റ്. അതേപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഫെസിലിറ്റികളൊക്കെ നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റി ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇൻഫാന്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്കുകളും അതേപോലെ തന്നെ പിന്നെന്താണ് മോർബിഡിറ്റി, സ്കിൽഡ് ഹെൽത്ത് കെയർ ആർ ദ ബോസ്റ്റ്. അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണമൊന്നും അവർക്ക് നൽകിയിരുന്നില്ല. ശിശു മരണനിരക്ക്, രോഗാവസ്ഥ, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, വൈദഗ്ധ്യമുള്ള ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ഒന്നും അവർക്ക് ലഭ്യമായിരുന്നില്ല. ദ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഇൻഫാന്റ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്കും മോർബിഡിറ്റി, അതേപോലെ തന്നെ പിന്നെന്താണ് മോർബിഡിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. ശിശു മരണ നിരക്കും അതേപോലെ സ്കിൽഡ് ഹെൽത്ത് കെയറും മോർബിഡിറ്റിയും ഒക്കെ അവർക്ക് എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? വളരെയധികം മോശമായ രീതിയിലാണ് അവർക്ക് ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. Female headed household can be seen among tribal community. അതേപോലെ തന്നെ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ് ക്യാൻ ബി സീൻ അമംഗ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി. ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ആരും നേതൃത്വം വഹിച്ചിരുന്നു, ഫീമെയിലും സ്ത്രീകളും നേതൃത്വം വഹിച്ചിരുന്നു. മാത്രമല്ല ചൈൽഡ് പോവർട്ടി ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ബേസ്ഡ് ബൈ വുമൺ ആർ വെരി ഹൈ. അതേപോലെ തന്നെ
ചൈൽഡ് പോവർട്ടി, കുട്ടികളിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യം വളരെയധികം എവിടെ നിലനിന്നിരുന്നു എന്നാ പറയുന്നത്, ട്രൈബൽ ഏരിയയിൽ നിലനിന്നിരുന്നു. ദ വുമൺ ദംസെൽവ്സ് സഫർ ഫ്രം മൾട്ടിപ്പിൾ ബർഡൻ ടു ബീയിങ് ലൊക്കേറ്റഡ് ഇൻ റിമോട്ട് ഏരിയാസ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. അതേപോലെ തന്നെ ഇവിടെ ദ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഫാന്റ് മോർട്ടാലിറ്റി morbidity, skilled health care are the worst. Female headed household can be seen among tribal community. The child poverty and the disadvantage faced by women are very high. The women themselves suffer from multiple burden of being located in remote area disadvantaged group. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പിന്നോക്ക വിഭാഗങ്ങളിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒന്നിലധികം സ്ത്രീകൾ ഒരുപാട് ബേർഡൻ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല പിന്നീട് എന്താ പറയുന്നത്, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ഒന്നും ഗുണങ്ങൾ ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരുപാട് സഫറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ ട്രൈബൽസിലെ സ്ത്രീകളും ഫേസ് ചെയ്തിരുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ആരും ഫേസ് ചെയ്തിരുന്നു, ഈ ട്രൈബൽ പീപ്പിൾസും ഫേസ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഗോത്രവർഗക്കാരുടെ പുരുഷ സ്ത്രീ സാക്ഷരതാ നിരക്കുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ഗോത്രവർഗ സമൂഹങ്ങൾക്കിടയിലെ ജീവിത നിലവാരത്തിലും വ്യത്യാസമുണ്ട്. ശിശുമരണ നിരക്ക്, രോഗാവസ്ഥ, വൈദഗ്ധ്യമുള്ള ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ആരോഗ്യ സൂചകങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ദാരിദ്ര്യവും വളരെയധികം പിന്നോക്ക സാഹചര്യങ്ങളും അവർ നേരിട്ടിരുന്നതായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു ഈ ഗോത്രവിഭാഗക്കാരായിട്ടുള്ള ആളുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളതിൽ പ്രധാനമായും വെക്കേണ്ടത് കേട്ടോ. സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ട്രൈബൽസ് ഇൻ സെൻട്രൽ ഇന്ത്യ എന്ന ഭാഗത്ത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. ഓക്കെ കുട്ടികളെ, നമ്മൾ നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇഷ്യൂ റിലേറ്റിംഗ് ടു ആക്സസ് ടു ലീവ്ലിഹുഡ്. അതായത് ഇഷ്യൂ റിലേറ്റിംഗ് ടു ആക്സസ് ടു ലീവ്ലിഹുഡ് പറഞ്ഞാൽ ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആദിവാസികളുടെ ഉപജീവന മാർഗത്തിലേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. എന്താ പറയുന്നത്, ആക്സസ് ടു ദ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ സെക്ടറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഗവൺമെന്റ്. ആദിവാസി ജനതയുടെ ഉപജീവന സ്രോതസ്സിലേക്കുള്ള പ്രവേശനം, അതായത് സോഴ്സസ് ഓഫ് ലിവ്ലിഹുഡ്, സോഴ്സ് പറഞ്ഞാൽ ഉറവിടം, അപ്പോൾ ഉപജീവന ഉറവിടത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്രോതസ്സിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് സർക്കാർ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു. ആദിവാസികളുടെ ഉപജീവന സ്രോതസ്സിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. They should not only improve their source of livelihood but also facilitate mainstreaming. അവർ ഉപജീവന സ്രോതസ്സുകൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുകയും വേണം. വെറും അപ്പോൾ ആദിവാസികളുടെ ഉപജീവന സ്രോതസ്സുകളെ, ആദിവാസികൾക്ക് വേണ്ട ഉപജീവന സ്രോതസ്സുകൾക്ക് വേണ്ടി അവർ ആരെ ആശ്രയിക്കുന്നുണ്ട്? ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി വെറും ഒരു ഉപജീവനത്തിന് മാത്രമല്ല അവരെ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രമല്ല, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം. They should not only improve their source of livelihood. വെറും ഒരു ഉപജീവന ഉറവിടം അഥവാ സ്രോതസ് മാത്രം ഉയർത്തുക എന്നല്ല, അവരെ എന്തിലേക്ക് എത്തിക്കണം? സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം. Bringing them closer to the people and integration of tribal community with other community and society. പിന്നെന്താണ് പറയുന്നത്? അതായത് അവരെ മറ്റു ജനങ്ങളുമായി അടുപ്പിക്കുകയും മറ്റു സമൂഹങ്ങളുമായും ആദിവാസി സമൂഹങ്ങളെ സംയോജിപ്പിക്കുകയും വേണം.
bringing them closer to the people and integration of tribal community with other community and society. സമൂഹത്തിലെ മറ്റു കമ്മ്യൂണിറ്റിയുമായിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ അടുപ്പിക്കുകയും വേണം. അവർക്ക് വെറും ഒരു ജീവനോപാധി സ്രോതസ് എത്തിക്കുക എന്നത് മാത്രമല്ല, ജീവനോപാധി ഉയർത്തുക എന്നത് മാത്രമല്ല, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ മറ്റു സമൂഹങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്നതിനുള്ള ഒരു സാഹചര്യം അവർക്ക് നൽകണം. There is also a need to enhance their capacity. അവരുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. There is also a need to enhance their capacity. enhance their capacity പറഞ്ഞാല് അവരുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. The governmental policies including agrarian, forest and development policies are crucial for providing these communities with opportunity for their sustainable socio-economic development. മാത്രമല്ല അവരുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. കാർഷിക വന വികസന നയങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ നയങ്ങൾ ഈ സമൂഹങ്ങൾക്ക് അവരുടെ സുസ്ഥിര സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള അവസരങ്ങൾ നൽകുന്നതിന് നിർണായകമാണ്. The governmental policy including agrarian, forest and development policies are crucial for providing this community with opportunity for their sustainable socio-economic development. അതായത് കാർഷിക വന വികസന നയങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ നയങ്ങൾ ഈ സമൂഹങ്ങൾക്ക് അവരുടെ ഒരു സസ്റ്റൈനബിൾ സോഷ്യോ എക്കണോമിക് വികസനത്തിനുള്ള അവസരങ്ങൾ നൽകുന്നത് നിർണായകമാണ്. അപ്പോ അവരുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യകതയുണ്ട്. മാത്രമല്ല അഗ്രികൾച്ചറൽ, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് നയങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ നയങ്ങൾ ഈ സമൂഹങ്ങൾക്ക് അവരുടെ സുസ്ഥിര സസ്റ്റൈനബിൾ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് നൽകപ്പെടേണ്ടതും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. വെറും അവർക്ക് കാർഷിക മേഖലയിലും ഫോറസ്റ്റ് മേഖലയിലും അതേപോലെ തന്നെ അത്തരം മേഖലകളിലുള്ള വളർച്ച മാത്രമല്ല, അവർക്ക് എന്തും കൂടി വേണമെന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, ഒരു സുസ്ഥിരമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക വികസനം അവരിലേക്ക് എത്തിക്കേണ്ടത് ഗവൺമെന്റിന്റെ നയമാണ്. അപ്പൊ ഈ നയങ്ങളിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏതിലൂടെ വ്യക്തമാക്കുന്നത്. ഇഷ്യൂ റിലേറ്റിംഗ് ടു ആക്സസ് ടു ലൈവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് അഗ്രേറിയൻ പോളിസീസ്, ലാൻഡ് ലോസ് ആൻഡ് ലാൻഡ് അലിനേഷൻ എമംഗ് ട്രൈബൽ. കാർഷിക നയങ്ങൾ, ഭൂനയങ്ങൾ, ഗോത്രവർഗക്കാർക്കിടയിലെ ഭൂമി അന്യാധീനപ്പെടുത്തൽ. അലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്യാധീനപ്പെടുക. അപ്പൊ അഗ്രേറിയൻ പോളിസി കാർഷിക നയങ്ങൾ, ലാൻഡ് ലോ ഭൂമി നയങ്ങൾ, ആൻഡ് ലാൻഡ് അലിനേഷൻ. ലാൻഡ് അലിനേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി അന്യാധീനപ്പെടൽ. ആർക്കത്? ട്രൈബൽസ്. ഇപ്പൊ കാർഷിക നയങ്ങൾ, ഭൂനയങ്ങൾ, ഗോത്രവർഗക്കാർക്കിടയിലെ ഭൂമി അന്യാധീനപ്പെടൽ എന്താണ് ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കാർഷിക നയങ്ങളും ഭൂനയങ്ങളും ഭൂമി അന്യാധീനപ്പെടലും ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയണത് നോക്കൂ. The land as a major source of livelihood plays a direct and an indispensable role in agricultural production. അതായത് the land as a major source of livelihood plays a direct and an indispensable role in agricultural production. കാർഷികോൽപാദനത്തിലും സമൃദ്ധിയിലും ഭൂമി ഒരു പ്രധാന ഉപജീവന മാർഗമായി പ്രത്യക്ഷവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കുവഹിക്കുന്നു. The land as a major source of livelihood plays a direct and an indispensable role in agricultural production. അതായത് കാർഷികോൽപാദനത്തിലും സമൃദ്ധിയിലും ഭൂമി ഒരു പ്രധാന ഉപജീവന മാർഗമായി പ്രത്യക്ഷവും
ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കുവഹിക്കുന്നു. അപ്പൊ ഭൂമി എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിട്ട് ഇൻഡിസ്പെൻസബിൾ റോൾ. ഇൻഡിസ്പെൻസബിൾ റോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമായി ഭൂമി മാറിയിരിക്കുന്നു. പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? The state have been relatively ineffective in broadening the access to this source of livelihood to a large section of tribal population. The reason can be attributed to fact that post-independence. എന്നാൽ ഗോത്രജനതയുടെ വലിയൊരു വിഭാഗത്തിന് ഈ ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനം വിശാലമാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ കാർഷിക നയങ്ങൾ താരതമ്യേന ഫലപ്രദമല്ലായിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ഗോത്രവർഗത്തിലെ വലിയൊരു വിഭാഗത്തിന് ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനം വിശാലമാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ കാർഷിക നയങ്ങൾ ആർക്ക് ഫലപ്രദമല്ലായിരുന്നു? ട്രൈബൽസിന് ഫലപ്രദമല്ലായിരുന്നു. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കാർഷിക മേഖലയിലുള്ള ഭൂമി ട്രൈബൽസിന് നൽകപ്പെടുന്നതിന് വളരെയധികം മോശമായ സാഹചര്യം നേരിട്ടിരുന്നു. അപ്പോൾ ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനം, ഈ ട്രൈബൽസിന്റെ ഉപജീവന മാർഗത്തിലേക്കുള്ള പ്രവേശനം വിശാലമാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ കാർഷിക നയങ്ങൾ താരതമ്യേന ഫലപ്രദമല്ലായിരുന്നു. ഏതിനു ശേഷം? സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം. അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കൂ. ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവ് എൻകറേജ്ഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റെജിം ബട്ട് ദ സ്റ്റേറ്റ് പ്രോപ്പർട്ടി റെജിം കണ്ടിന്യൂഡ് ആൻഡ് ദ കമ്മ്യൂണൽ ലാൻഡ് ടെന്യൂർ സിസ്റ്റം വാസ് നോട്ട് അക്സെപ്റ്റഡ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വകാര്യ സ്വത്തവകാശ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ സംസ്ഥാന സ്വത്തവകാശ വ്യവസ്ഥ തുടർന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ സംസ്ഥാനം സ്വത്തവകാശ വ്യവസ്ഥ തുടരുകയും ചെയ്തു. അങ്ങനെ as a result, land not settled as private property automatically become state property, which include forest land. 2011-13 കുമാർ പറയുന്നത് ഏകദേശം കുമാറും ഫാരംഗിയും ഒക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വകാര്യ സ്വത്തവകാശ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ സംസ്ഥാന സ്വത്തവകാശ വ്യവസ്ഥ തുടർന്നു. കമ്മ്യൂണിറ്റി ഭൂവുടമ സമ്പ്രദായം അംഗീകരിക്കപ്പെട്ടില്ല. തൽഫലമായി സ്വകാര്യ സ്വത്തായി സ്ഥിര താമസിക്കാത്ത ഭൂമി സ്വയമേ സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്തിരുന്നു. അങ്ങനെ വനഭൂമി പ്രധാനമായും ഗോത്ര സമൂഹങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിലും പല ആദിവാസി മേഖലകളിലും ആവശ്യമായ സർവേകൾ ഒരിക്കലും നടത്തിയില്ല. അതിനാൽ വിശാലമായ ഭൂമിയിന്മേലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടില്ല. അങ്ങനെ ഭൂമി പതിവായി ഗോത്ര സമൂഹങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു. കൂടാതെ കർഷകരുടെ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പാർശ്വവൽക്കരണവും ആദിവാസികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഭൂമിയുടെ ശരിയായിട്ടുള്ള അളന്ന് തിട്ടപ്പെടുത്താത്തത് കൊണ്ട് ഒരുപാട് ഭൂമി ആദിവാസികളിൽ മാത്രം കേന്ദ്രീകരിച്ചത് കർഷകർക്ക് ഭൂമി ഇല്ലാതാകാനുള്ള സാഹചര്യം ഉടലെടുത്തു എന്നാണ് പറയുന്നത്. അതായത് കർഷകരുടെ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പാർശ്വവൽക്കരണവും ആദിവാസികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നു. കർഷകർക്ക് കൃഷി ചെയ്യാനാണ് ഭൂമി, പക്ഷെ ആദിവാസികൾക്ക് ജീവിക്കാനാണ് ഭൂമി. അപ്പൊ കർഷകർക്ക് ഈ ഭൂമി കൊടുക്കുമ്പോൾ അത് ആരെ ബാധിച്ചിരുന്നു? ആദിവാസികളെ ബാധിച്ചിരുന്നു. അങ്ങനെ നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഡാറ്റ കാണിക്കുന്നതിന് ആദിവാസി കുടുംബങ്ങൾക്കിടയിൽ ഭൂരഹിതരുടെ ഭൂരഹിതരുടെ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണിത്. അവരെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും കൃഷിഭൂമി ഇല്ലാത്ത കുടുംബങ്ങളുടെ ശതമാനം വർദ്ധിച്ചു വരികയും ചെയ്തു. അങ്ങനെ 2011-12 39% ഇത് വർദ്ധിക്കുന്നതിനും കൃഷിഭൂമി ഇല്ലാത്ത ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും കാരണമായി. അങ്ങനെ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആദിവാസി കുടുംബങ്ങൾ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾ
ഏകദേശം 13-25% സ്വന്തമായി ഭൂമിയില്ലാത്ത അത്തരം കുടുംബങ്ങൾ ഇതേ കാലയളവിൽ 24% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആദിവാസികളുടെ ഭൂമി കർഷകർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആദിവാസികൾക്ക് എന്തില്ലാതെയായി? ഭൂമി ഇല്ലാതെയായി. കർഷകരുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട് കർഷകരുടെ ഭൂമി ആദിവാസികളിൽ നിന്നും കർഷകർക്ക് ആദിവാസികളുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടുന്നതിനും അങ്ങനെ ഏകദേശം എത്ര പേര് ഭൂമി ഇല്ലാതെയായി എന്നാ പറയുന്നത്? 13-25% ആളുകൾ ഭൂമി ഇല്ലാത്ത ആളുകളായി മാറി. 2017 16-24% ആളുകളാണ് ഈ ആദിവാസികളിൽ ഭൂമി ഇല്ലാതായത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗോത്രവർഗക്കാരായിട്ടുള്ള ആദിവാസികളുടെ ഭൂമി കർഷകർക്ക് കൃഷി ചെയ്യാൻ പിടിച്ചു കൊടുക്കുമ്പോൾ കർഷകരുടെ ദാരിദ്ര്യം കാരണമാണ് കർഷകർക്ക് അത് വിട്ടുകൊടുക്കുന്നത്. പക്ഷെ അതുമൂലം ആദിവാസികളുടെ താമസ സൗകര്യം അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് അഗ്രേറിയൻ പോളിസി, ലാൻഡ് ലോ ആൻഡ് ലാൻഡ് അലിനിയേഷൻ എമംഗ് ട്രൈബൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ്. ട്രൈബ്സ് എന്ന ചാപ്റ്ററിലെ ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ് എന്താ എന്ന് നമുക്ക് നോക്കാം. ട്രൈബുകളെ കുറിച്ചും കാടുകളെ കുറിച്ചുമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളാൽ വിധത്തിൽ എഴുതിയാൽ മതി. ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റിൽ? അതിൽ ഒരുപാട് പാരഗ്രാഫുകളുണ്ട്. ടീച്ചർ അതിൽ പ്രധാനമായും എഴുതിയിട്ടിട്ടുള്ളത് ആദ്യത്തെ 2 പാരഗ്രാഫാണ് കേട്ടോ. ആദ്യത്തെ 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതിയിട്ടിട്ടുള്ളത്. പിന്നെ 3rd 4th പാരഗ്രാഫ് ടീച്ചർ പറയുകയും ചെയ്യാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതായത് സം ട്രൈബൽ ഗ്രൂപ്പ്സ് പ്രാക്ടീസ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ് their sole occupation, but majority of them are cultivators and agricultural laborers. അതായത് ചില ആദിവാസി വിഭാഗങ്ങൾ വേട്ടയാടലും ഭക്ഷണ ശേഖരവും മാത്രമാണ് ഏക തൊഴിലായി ഉപയോഗിക്കുന്നത്. സം ട്രൈബൽ ഗ്രൂപ്പ് പ്രാക്ടീസ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വേട്ടയാടലും ഫുഡ് ഗാദറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ശേഖരിക്കലും മാത്രമാണ് ഏക തൊഴിലായി ചെയ്തിരുന്നത്. their sole occupation, but majority of them are cultivators and agricultural laborers. എന്നാൽ അവരിൽ ഭൂരിഭാഗവും കൃഷിക്കാരും കാർഷിക തൊഴിലാളികളുമാണ്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും ആരെന്നെയാണ്? ഇനി കൃഷിക്കാരും അതേപോലെ തന്നെ കർഷക തൊഴിലാളികളുമാണ്. ഇപ്പൊ ചില ആദിവാസി വിഭാഗങ്ങൾ വേട്ടയാടലും ഭക്ഷണ ശേഖരവും, വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങും. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വേട്ടയാടൽ. ഫുഡ് ഗാദറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണ ശേഖരണം. അത് മാത്രമാണ് ഏക തൊഴിലായിട്ട് ചെയ്തിരുന്നെങ്കിലും മജോറിറ്റി, അതായത് ഏകദേശം ഭൂരിഭാഗം ആളുകളും കൃഷിക്കാരും അതേപോലെ തന്നെ കാർഷിക തൊഴിലാളികളുമായിരുന്നു. The rest are engaged in household industry, construction work, plantation, mining and quarrying and in other services. അതേപോലെ തന്നെ പിന്നീട് പറയാണ്, ബാക്കിയുള്ളവർ ഗാർഹിക വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, തോട്ടം, ഖനനം, ക്വാറി തുടങ്ങിയ സേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. The rest are engaged in household industry. ഹൗസ്ഹോൾഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗാർഹിക വ്യവസായം. ബാക്കിയുള്ളവർ ഹൗസ്ഹോൾഡ് ഇൻഡസ്ട്രിയിലും കൺസ്ട്രക്ഷൻ വർക്കിലും പ്ലാന്റേഷനും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തോട്ടം, മൈനിങ് പറഞ്ഞാൽ ഖനനം ചെയ്യൽ, ക്വാറിങ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയിരുന്നു. A small section of them receive benefit from the protective measures of the government such as reservation in educational institution, employment and political reservation, but the majority of them are marginalized by the process of so-called development of the last 7 decades since independence. പിന്നെന്താ പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംവരണം,
തൊഴിൽ, രാഷ്ട്രീയ സംവരണം തുടങ്ങിയ സർക്കാരിന്റെ സംരക്ഷണ നടപടികളിൽ നിന്ന് അവരിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസ മേഖലയിലുള്ള സംവരണവും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള റിസർവേഷനും തൊഴിൽ മേഖലയിലേക്കുള്ള റിസർവേഷനും പൊളിറ്റിക്കൽ റിസർവേഷനും ഒക്കെ ഈ ഗോത്രവർഗക്കാർക്കിടയിൽ കുറച്ചാളുകൾക്ക് മാത്രമേ, സ്മാൾ സെക്ഷൻ ഓഫ് എന്നാ പറയുന്നത്, കുറച്ചാളുകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. എന്നാൽ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? ബട്ട് majority of them are marginalized by the process of so-called development of the last 7 decades since independence. എന്നാൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളിലായിട്ട് വികസനം എന്ന് വിളിക്കപ്പെടുന്ന പ്രക്രിയ കാരണം അവരിൽ ഭൂരിഭാഗവും ഇതെല്ലാം ഈ റിസർവേഷൻ, ഈ ആനുകൂല്യങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് കുറച്ചാളുകൾ കൃഷി ചെയ്യാനും അഗ്രികൾച്ചറൽ ലേബേഴ്സുമായി മാറി. പിന്നീട് അതിനുശേഷം അവർ എന്തിലേക്കൊക്കെ എൻഗേജ്ഡ് ആയി? ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയിലേക്കും കൺസ്ട്രക്ഷൻ വർക്കിലേക്കും പ്ലാന്റേഷനിലേക്കും മൈനിങ്ങിലേക്കും ക്വാറിങ്ങിലേക്കൊക്കെ തുടങ്ങി സേവനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ സ്മാൾ സെക്ഷൻ, കുറച്ചാളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും തൊഴിൽ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലൊക്കെ റിസർവേഷൻ ഇരുന്നുള്ളൂ. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം മജോറിറ്റി, അതായത് ഭൂരിഭാഗം ആളുകൾക്കും നൽകപ്പെടാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളിലും റിസർവേഷൻ നൽകാൻ തുടങ്ങി. അതുകൊണ്ട് അതിനെ ഡെവലപ്മെന്റ് എന്ന് വിളിക്കാം, വികസനം എന്ന് നമുക്കതിനെ വിളിക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ആദ്യ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ. സെക്കൻഡ് പാരഗ്രാഫ് എന്താ നോക്കാം. Most tribal group derives their livelihood from agriculture and forest as compared to non-tribal agricultural community. Their dependence on the forest serve variety purposes. എന്താ ഇവിടെ പറയുന്നത്? Most tribal group derive the livelihood from agriculture and forest as compared to non-tribal agricultural community. അതായത് ഇവിടെ ഗോത്ര നോൺ ട്രൈബൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോത്രവർഗക്കാരല്ലാത്ത കാർഷിക സമൂഹങ്ങളെ അപേക്ഷിച്ച് മിക്ക ഗോത്ര വിഭാഗങ്ങളും കൃഷിയിൽ നിന്നും വനത്തിൽ നിന്നുമാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതായത് നോൺ ട്രൈബൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രൈബൽ അല്ലാത്ത കമ്മ്യൂണിറ്റി. അപ്പോൾ നോൺ ട്രൈബൽ ആയിട്ടുള്ള കാർഷിക സമൂഹങ്ങളെ അപേക്ഷിച്ച് മിക്ക ഗോത്ര വിഭാഗങ്ങളും കൃഷിയിൽ നിന്നും അതേപോലെ തന്നെ വനത്തിൽ നിന്നുമാണ് അവർക്ക് വേണ്ട ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നത്. നോൺ ട്രൈബൽ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി എന്നാൽ ഗോത്രവർഗക്കാരല്ലാത്ത കാർഷിക സമൂഹങ്ങളെ അപേക്ഷിച്ച് മിക്ക ഗോത്ര വിഭാഗങ്ങളും കൃഷിയിൽ നിന്നും അതേപോലെ തന്നെ വനത്തിൽ നിന്നുമാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. മാത്രല്ല their dependence on the forest serve variety of purpose. അവർ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. their dependence on the forest serve variety purpose. വെറൈറ്റി, വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആദിവാസികൾ വനത്തെ ആശ്രയിക്കുന്നു. the dependency on the forest and other natural resources is substantial. Their agricultural activity are closely interlinked with the forest. അപ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഫോറസ്റ്റിനെ ആശ്രയിക്കുകയും വനത്തെയും അതേപോലെ തന്നെ അതേപോലെ വനത്തിലുള്ള തടിയുടെയും ഒരു പ്രധാന സ്രോതസ് ഇപ്പോഴും വനത്തെ ഇവര് the dependency on forest and natural resources is substantial. ഒരു സുസ്ഥിരമായ രീതിയിൽ അവർ വനത്തിലുള്ള നാച്ചുറൽ റിസോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. their agricultural activity are closely interlinked with the forest. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? അഗ്രികൾച്ചർ,
അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ട് വനത്തെ ഇന്റർലിങ്ക് ആയിട്ടാണ് ഇവർ ബന്ധം പുലർത്തുന്നത്. കാർഷിക മേഖലയ്ക്കല്ലാതെ തടികൾക്ക് വേണ്ടിയിട്ട് ഇവർ വനമേഖലയെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഗണ്യമായ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ തന്നെ വനത്തെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർലിങ്ക്ഡ് ആണ്. ദ ഫോറസ്റ്റ് ഹാസ് ബീൻ, എന്തിനൊക്കെയാണ് ഇനി ഫോറസ്റ്റിനെ ഇവർ ആശ്രയിക്കുന്നത് നോക്കാം. ദ ഫോറസ്റ്റ് ഹാസ് ബീൻ ആൻഡ് കണ്ടിന്യൂ ടു മേജർ സോഴ്സ് ഓഫ്, ഫോറസ്റ്റിനെ ഇവർ ആശ്രയിക്കുന്നത് എന്തിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മേജർ സോഴ്സ് ഓഫ് ഫുഡ്, ടിമ്പർ ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്, ഫ്യൂൾ വുഡ്, മെഡിസിൻ ആൻഡ് അതർ നെസസിറ്റി ഓഫ് എമർജൻസി ലൈഫ്. അപ്പൊ ടീച്ചർ പറഞ്ഞു വെറും കാർഷികപരമായ ആക്ടിവിറ്റിക്ക് അല്ലാതെ തന്നെ ഫോറസ്റ്റിനെ ട്രൈബൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്തിനൊക്കെയാണ് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മേജർ സോഴ്സ് ഓഫ് ഫുഡ്, ഒരു ഭൂരിഭാഗം ആളുകളും ഫുഡിന് വേണ്ടിയിട്ടും ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും, ഹൗസ് കൺസ്ട്രക്ഷൻ വീട് നിർമ്മിക്കുന്നതിനും മരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും, അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തുകൽ വുഡുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള മെഡിസിൻ പച്ചമരുന്നുകൾ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നും വനങ്ങളെ ട്രൈബൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The leaves, fruits, flowers, root, timbers from the forest constitute an important supplement to the otherwise major diet of the tribal. അതേപോലെ തന്നെ പിന്നെ എന്തിനൊക്കെയാണ്, അതേപോലെ പഴങ്ങൾ, ഫ്ലവേഴ്സ്, ലീവ്സ് പറഞ്ഞാൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ, സസ്യങ്ങളെ, ഫ്രൂട്ട്സ്, പഴങ്ങളെ, പൂക്കളെ, വേരുകളെ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ആദിവാസികൾ ഇവയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ സെക്കൻഡ് പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. ആൻഡ് തേർഡ് പാരഗ്രാഫിലൂടെ പറയാണ്, there are several regulations passed in the mid-19th century during the colonial rule. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കൊളോണിയൽ ഭരണകാലത്ത് പാസാക്കിയ നിരവധി നിയന്ത്രണങ്ങൾ പാരിസ്ഥിതിക കാരണങ്ങളാൽ വനങ്ങളെ സംരക്ഷിക്കുകയും പുനർജീവിപ്പിക്കുകയും വരുമാനത്തിനും സാമ്രാജ്യത്തെ ആവശ്യങ്ങൾക്കും വേണ്ടി സുസ്ഥിരമായ അടിസ്ഥാനത്തിൽ തടി ഉൽപാദനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും പരിപാലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 1927 ഇന്ത്യൻ വന നിയമത്തിൽ അംഗീകരിക്കപ്പെട്ടു. There are several regulations passed in the mid-19th century during the colonial rule with the object to protect and regenerate forests for ecological reasons and to facilitate the production of timber on a sustainable basis for both revenue and imperial purposes. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കൊളോണിയൽ ഭരണകാലത്ത് പാസാക്കിയ നിരവധി നിയന്ത്രണങ്ങൾ പാരിസ്ഥിതിക കാരണങ്ങളാൽ വനങ്ങളെ സംരക്ഷിക്കുകയും പുനർജീവിപ്പിക്കുകയും വരുമാനത്തിനും സാമ്രാജ്യത്തെ ആവശ്യങ്ങൾക്കും വേണ്ടി സുസ്ഥിരമായ അടിസ്ഥാനത്തിൽ തടി ഉൽപാദനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും പരിപാലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 1927 ഇന്ത്യൻ വനവിഭവങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് 1927 ഇന്ത്യൻ വന നിയമത്തിൽ അംഗീകരിക്കപ്പെട്ടു അഥവാ ഏകീകരിക്കപ്പെട്ടു. അപ്പോൾ വനത്തെ വല്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വനത്തെ സംരക്ഷിക്കുക എന്ന ഒരു ഇതോടുകൂടി 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കൊളോണിയൽ ഭരണകൂടം 1927 വന നിയമം നടപ്പാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. This resulted in the large-scale restriction on the removal of fuel wood and bamboos and prohibition of shifting cultivation. അതേപോലെ തന്നെ പിന്നീട് എന്താ പറയുന്നത്, അങ്ങനെ ഇത് ഇന്ധന വിറകും മുളയും നീക്കം ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള നിയന്ത്രണത്തിനും കൃഷി മാറ്റുന്നതിനും നിരോധിക്കുന്നതിനും കാരണമായി. ഇങ്ങനെ വന നിയമം
അടിച്ചേൽപ്പിച്ചപ്പോൾ ഈ വനത്തിൽ കയറി മുള ശേഖരിക്കുന്നതിനോ വിറക് ശേഖരിക്കുന്നതിനോ ഒക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചു. കാരണം വനങ്ങൾ അമിതമായി വനത്തിൻ്റെ വിഭവങ്ങൾ എടുക്കുന്നത് വനം നശിക്കാൻ കാരണമാകുമെന്ന ഒരു രീതി അനുസരിച്ച് 1927 1927 നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കൊളോണിയൽ ഭരണകാലത്ത് പാസാക്കിയ വന നിയമം നിരവധി നിയമങ്ങൾ പാസാക്കി. അതിൻ്റെ ഭാഗമായിട്ട് വനാന്തരങ്ങളിൽ കയറി വനത്തിൻ്റെ വിഭവങ്ങൾ എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിട്ടാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ബാംബൂസ് ഒക്കെ എടുക്കുന്നതും അവിടെ കൾട്ടിവേഷൻ ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രണം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും മേച്ചിൻപുറങ്ങൾ സംരക്ഷിതമില്ലാത്ത സംരക്ഷിത വനങ്ങളിൽ ഉൾപ്പെടുത്തി. അതുവഴി നിലവിലുള്ള മേച്ചിങ് ക്രമീകരണങ്ങളെ അത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്, ഗ്രാസിംഗ് ലാൻഡ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ടു അൺറിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ദർബൈ സീരിയസ്ലി എഫക്റ്റിംഗ് എക്സിസ്റ്റിംഗ് ഗ്രാസിംഗ് അറേഞ്ച്മെന്റ്. അതേപോലെ തന്നെ പല സന്ദർഭങ്ങളിലും മേച്ചിൻപുറങ്ങൾ സംരക്ഷിതമല്ലാത്ത സംരക്ഷിത വനങ്ങളിൽ ഉൾപ്പെടുത്തിയതിനാൽ നിലവിലുള്ള മേച്ചിങ് ക്രമീകരണങ്ങളെ അത് ഗുരുതരമായി ബാധിച്ചു. മേച്ചിൻപുറങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാസിംഗ് ലാൻഡ്, പുല്ല് മൈതാനങ്ങൾ, അത് പുല്ല് മൈതാനങ്ങൾ അല്ലാത്തതിൽ ഉൾപ്പെടുത്തിയതിനാൽ അതിൻ്റെ മേച്ചിൻപുറങ്ങൾക്ക് നശിക്കുന്നതിനും കാരണമായി എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, 4ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. The forest management introduced by the British resulted in the enhanced commercial value of the forest and opened up an important sources of revenue for the government. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വനപരിപാലനം വനത്തിൻ്റെ വാണിജ്യ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും സർക്കാരിന് ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷുകാരാണ് വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അത് സത്യത്തിൽ വനത്തെ സംരക്ഷിക്കാനായിരുന്നില്ല, സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു നിയമമായിരുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ വന നിയമം ഒരു കണക്കിന് വനത്തെ സംരക്ഷിക്കാനായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന് വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ ഊറ്റിയെടുത്ത് വനത്തെ കൊള്ളയടിക്കാനുള്ള ഒരു നിയമമായിരുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. The forest management introduced by the British resulted in the enhanced commercial value of the forest and opened up an important source of revenue for the government. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പരിപാലനം വനത്തിന്റെ വാണിജ്യ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും സർക്കാരിന് ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറുകയും ചെയ്തു. അതേപോലെ തന്നെ the increasing demand from urban centers, military cantonments and hill station from railway and the rising commercial value. അതേപോലെ തന്നെ നഗര കേന്ദ്രങ്ങൾ, സൈനിക കോൺവെന്റുകൾ, ഹിൽ സ്റ്റേഷനുകൾ, റെയിൽവേ എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകളും തേക്കിൻ്റെയും മറ്റും ചെറുകിട ഉൽപ്പന്നങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന വാണിജ്യ മൂല്യവും വനത്തിൻ്റെ സാമ്പത്തിക മൂല്യത്തിന് ആക്കം കൂട്ടി. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് വനത്തിൽ അതിക്രമിച്ച് കയറരുത്, വനവിഭവങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയ വന നിയമം സത്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അനുകൂലമാവുകയും മാത്രമല്ല, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ആ വനനിയമം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കും ആദിവാസികൾക്കും കർഷകർക്കും ഒന്നും വനത്തിലേക്ക് കയറാൻ പാടില്ല. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാം, വനങ്ങളിൽ കൊള്ളയടിക്കുകയും ചെയ്യാം, അത് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ എന്തിനൊക്കെ അപ്പോൾ ഈ ഒരു വനനിയമം കാരണം ഏതൊക്കെ ബ്രിട്ടീഷുകാരുടെ മേഖലകൾക്ക് അത് സഹായകമായത്, നഗര കേന്ദ്രങ്ങളെ, സൈനിക കന്റോൺമെന്റുകളെ, ഹിൽ സ്റ്റേഷനുകളെ, റെയിൽവേ എന്നിവയിൽ വർദ്ധിച്ചു വരുന്ന തേക്കിൻ്റെ ആവശ്യകതയും മറ്റു ചെറുകിട ഉൽപ്പന്നങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന വാണിജ്യ മൂല്യവും വനത്തിൻ്റെ സാമ്പത്തിക മൂല്യത്തിന് ആക്കം കൂട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം, ശ്രദ്ധിച്ചോളൂ.
The increased policing by the Forest Department inevitably resulted in more and more forest crime and offence being committed by those dependent on the forest. വനം വകുപ്പിന്റെ വർദ്ധിച്ചു വരുന്ന പോലീസ് നിയമങ്ങൾ കൂടുതൽ വനം കുറ്റകൃത്യങ്ങൾക്കും വനത്തെ ആശ്രയിക്കുന്നവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനും കാരണമായി. ഇങ്ങനെ വനം വകുപ്പിൽ വർദ്ധിച്ചു വരുന്ന ഇൻക്രീസ്ഡ് പോലീസിംഗ് എന്നാ പറയുന്നത്, പോലീസ് നിയമങ്ങൾ എന്തിന് കാരണമായി എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ വനത്തിലേക്ക് കയറാനും വനത്തിൽ നിന്നൊന്നും എടുക്കാനും പാടില്ല എന്ന് ജനങ്ങൾക്ക് നിയന്ത്രണം കൊടുത്തപ്പോൾ അത് കൂടുതൽ വനത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിലെ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് വന നിയമം പാസ്സാക്കിയത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യൻ വനങ്ങളിലെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് എന്തിനും വഴിയൊരുക്കി, ഇവിടെയുള്ള ആളുകൾ വനത്തിൽ കയറി കൊള്ളയടിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി. ദ ലാൻഡ് ആൻഡ് അടുത്ത പാരഗ്രാഫാണ് കേട്ടോ പറയുന്നത്, അതായത് 5ാമത്തെ 5th പാരഗ്രാഫ്. The land and forest under tribal control were brought under state control and management during the colonial rule and after independence. Lineage village ownership land was not recognized. ഗോത്ര നിയന്ത്രണത്തിലുള്ള ഭൂമിയും വനവും സംസ്ഥാന നിയന്ത്രണത്തിനും മാനേജ്മെന്റിനും കീഴിലാക്കി. അങ്ങനെ കൊളോണിയൽ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിനു ശേഷവും ഭൂമിയുടെ ഗ്രാമ ഉടമസ്ഥാവകാശം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. കൂടാതെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ ഒഴികെ മറ്റിടങ്ങളിൽ ഷിഫ്റ്റ് കൃഷി നിയമാനുസൃതമായ കാർഷിക രീതിയായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഗോത്ര നിയന്ത്രണത്തിലുള്ള ഭൂമിയും വനവും സംസ്ഥാന നിയന്ത്രണത്തിനും മാനേജ്മെന്റിനും കീഴിലായി. ദ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് അങ്ങനെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗോത്ര നിയന്ത്രണത്തിലുള്ള ഭൂമിയും വനവും ഒക്കെ ആരുടെ കീഴിലായി? സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലായി. ഇവിടെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടുകൂടി നമ്മളുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും വനഭൂമിയുടെ നിയന്ത്രണം അതാത് സംസ്ഥാനങ്ങളുടെ കീഴിലാവുകയും കൊളോണിയൽ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിനു ശേഷവും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടിയില്ല? ഗോത്രവർഗക്കാർക്ക് കിട്ടുകയും ചെയ്തില്ല. മാത്രമല്ല the traditional right of tribal people over land and forest were neither recognized nor recorded. അതായത് 6ാമത്തെ പാരഗ്രാഫാ പറയുന്നത്, ഭൂമിക്കും വനത്തിനും മേലുള്ള ആദിവാസി ജനതയുടെ പരമ്പരാഗത അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമപ്രകാരം വനത്തിലേക്ക് ആർക്കും കയറാൻ പറ്റാതെയായി. പക്ഷെ അത് അവർ ദുരുപയോഗം ചെയ്തു. മാത്രമല്ല, അവർ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വനത്തിൻ്റെ ഉടമസ്ഥാവകാശം അതാത് സംസ്ഥാന ഗവൺമെന്റിനായി. ഈ ഒരു കാരണം കൊണ്ട് ഭൂമിക്കും വനത്തിന്മേലുള്ള ആദിവാസി ജനതയുടെ, ശരിക്കും ആദിവാസികൾക്കാണ് വനഭൂമിയിൽ അവകാശം വേണ്ടത്, അവരാണ് കാടിൻ്റെ മക്കള്. പക്ഷേ അതാത് സംസ്ഥാന ഗവൺമെന്റിന് അതിൻ്റെ അവകാശം കൊടുത്തതിൻ്റെ ഭാഗമായി ഭൂമിക്കും വനത്തിന്മേലുള്ള ആദിവാസി ജനതയുടെ പരമ്പരാഗത അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. അങ്ങനെ വനഭൂമിയിൽ ദേശീയ ഉദ്യാനങ്ങളും സങ്കേതങ്ങളും സൃഷ്ടിക്കുന്നതിനും അതേപോലെ തന്നെ സസ്യജാലങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വനത്തെ വനഭൂമിയായി നിലനിർത്തുന്നതിനുമാണ് ശ്രമിച്ചത്. അതല്ലാതെ ഗോത്രവർഗക്കാർക്ക് കുടിൽ കെട്ടി താമസിക്കാനൊക്കെ എന്നുള്ള ആനുകൂല്യങ്ങളോ ഇതോ നൽകാതെ അവർക്ക് അവരുടെ ഭൂമി ഇട്ട് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധത്തിൽ നിൽക്കുക തന്നെയാണ്. അപ്പോൾ ഗോത്രവർഗക്കാർക്ക് ഇന്നും ഭൂമിയില്ലാത്ത അതായത് വനഭൂമി ലഭ്യമല്ലാത്ത രീതിയിൽ ഇന്നും അവർ പല പ്രയാസങ്ങളും നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇത് നിങ്ങൾ ക്ലാസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളതായ രീതിയിൽ ഷോർട്ടാക്കി എഴുതിയാൽ മതി കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫിനും വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ട് മനസ്സിലാക്കി നിങ്ങളതായ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത് ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂമിയുടെ നഷ്ടപ്പെടലും ഉപജീവന മാർഗത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിൽ പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ,
അപ്പോൾ കുട്ടികളെ, നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്, ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലിവ്ലിഹുഡ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ലോസ് ഓഫ് ലാൻഡ് പറഞ്ഞാൽ എന്താ? ഭൂമി നഷ്ടപ്പെടുക. ഭൂമിയും അതേപോലെ തന്നെ ജീവനോപാധിയും നഷ്ടപ്പെടുക. എപ്പോൾ? പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ് പറഞ്ഞാൽ എന്താണ്? അതായത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുക. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലെ ലീവ്ലിഹുഡും, നമ്മൾ പഠിക്കുന്നത് തന്നെ ട്രൈബൽസിനെ കുറിച്ചാണ്. അപ്പോൾ ട്രൈബൽസിൻ്റെ ലാൻഡും ലീവ്ലിഹുഡും എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടീച്ചർ അതൊന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ട്രൈബൽസിൻ്റെ ലാൻഡും ലീവ്ലിഹുഡും ലോസ് ആവാനുള്ള കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇന്ത്യൻസ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആസൂത്രണം നടപ്പാക്കി. ഇന്ത്യൻസ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആസൂത്രണ വികസനം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആദിവാസി ഊരുകളും ആദിവാസി മേഖലകളും ആദിവാസികൾക്ക് നഷ്ടപ്പെടാൻ കാരണമായി. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നടപ്പാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ട്രൈബൽസ് അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടു. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയും. +2 പഠിച്ചിട്ടുണ്ടായിരിക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് എന്താ? ഒരു നർമ്മദ നദിക്ക് കുറുകെ ഒരു ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കെതിരെ ട്രൈബൽസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്ട്രഗിളാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊക്കെ ഒരു പ്ലാനിങ് പ്രോസസ്സാണ്, ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാനിങ് ആണ്. അപ്പോൾ കുട്ടികളെ, ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും നടപ്പിലാക്കിയത് കൊണ്ട് ഒരുപാട് ആദിവാസികൾക്ക് അവരുടെ ഭൂമിയും അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു. അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ, വ്യാവസായികവൽക്കരണവും നഗരവൽക്കരണവും. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായും ഒരുപാട് ഭൂമികൾ കയ്യേറ്റം ചെയ്യപ്പെടുകയും നഗര മേഖലകൾ കയ്യേറുകയും ചെയ്തതിൻ്റെ ഭാഗമായി, കാരണം റോഡ് വീതി കൂട്ടാനൊക്കെ, അതൊക്കെ നഗരവൽക്കരണമാണ് അല്ലേ. അപ്പോൾ വനാന്തരങ്ങളിലൂടെ റോഡുകൾ വെട്ടിത്തെളിയിച്ചു. അങ്ങനെ റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടി ആദിവാസികൾ താമസിക്കുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ റോഡുകൾ കടന്നു വന്നു. അപ്പോഴൊക്കെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കും അവരുടെ ജീവനോപാധിക്കുമാണ് അത് കോട്ടം തട്ടിയത്. അതാണ് മറ്റൊരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബണൈസേഷൻ. അതൊരു വലിയ പാരഗ്രാഫാണ്. അതിനെ ഞാനിങ്ങോട്ട് ഷോർട്ടാക്കിയിട്ടാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. പിന്നെ എന്താ പറയുന്നത്? ബിൽഡിംഗ് ഓഫ് ലാർജ് ഡാംസ്, large industrial complexes, infrastructure, opening of mines and forest for the market and over exploitation of natural resources. അതേപോലെ തന്നെ ബിൽഡിംഗ് ഓഫ് ലാർജ് ഡാംസ്, വലിയ ഡാമുകളുടെ നിർമ്മാണം. അതേപോലെ തന്നെ ലാർജ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ്, ഒരുപാട് വലിയ ഇൻഡസ്ട്രികൾ രൂപം കൊണ്ടത്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പണിംഗ് ഓഫ് മൈന്, അത് ഖനനം ചെയ്യുന്ന പ്രവർത്തികൾ തുടങ്ങിയത്. ഇത്തരത്തിലൊക്കെ ഉള്ള ഫോറസ്റ്റിനെ ഒരു മാർക്കറ്റായിട്ടാണ് കാണാൻ തുടങ്ങിയത്. അത് അങ്ങനെ ഫോറസ്റ്റിനെ ഒരു വിഭവമായി കാണാൻ തുടങ്ങിയതോടുകൂടി ഫോറസ്റ്റിലുള്ള നാച്ചുറൽ വിഭവത്തെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ബിൽഡിംഗ് ഓഫ് ലാർജ് ഡാം, ലാർജ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പണിംഗ് ഓഫ് മൈന്,
ഫോറസ്റ്റ് ഫോർ ദ മാർക്കറ്റ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഇവയുടെയൊക്കെ കടന്നു വരവ് നാച്ചുറൽ റിസോഴ്സിനെ, പ്രകൃതി വിഭവത്തെ ചൂഷണം ചെയ്തു, എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തു. It was reported the building of industry, mine, township, dam. എന്താണ് റിപ്പോർട്ട്? ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം ബിൽഡിംഗ് ഓഫ് ഇൻഡസ്ട്രി എന്താ, വ്യവസായശാലകൾ പണിതു. ഏതൊക്കെ രീതിയിൽ? മൈൻസുകളായിട്ടും ടൗൺഷിപ്പുകളായിട്ടും ഡാമുകളൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സുകൾ കൺസ്ട്രക്ട് ചെയ്തു. ഇതൊക്കെ ട്രൈബൽസിന്റെ ലാൻഡും ലിവ്ലിഹുഡ്, ജീവനോപാധിയും നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മോർ ദാൻ 10 million were displaced and lost. ഏകദേശം 10 മില്യൺ ജനങ്ങൾ, 10 മില്യൺ ട്രൈബൽസ് ഭൂമി നഷ്ടപ്പെട്ടവരായി തീർന്നു. അതായത് അവരുടെ ഭൂമിയും ജീവനോ, കാരണം ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവനോപാധി നഷ്ടപ്പെടും. കാരണം അവർ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് തന്നെയാണ് അവർക്ക് വേണ്ട എല്ലാ ഉറവിടങ്ങളും അവർ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഏകദേശം ഈ ഒരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വനാന്തര മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഈ ചേഞ്ചസ്, പ്ലാനിങ് ഡെവലപ്മെന്റ് കാരണം 10 മില്യൺ ട്രൈബൽ പീപ്പിൾസോളം എന്തായി എന്നാ പറയുന്നത്, ഭൂമി നഷ്ടപ്പെട്ടവരായി എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് പാരഗ്രാഫ്. അങ്ങനെ the public and private sectors undertaking development project and industry have contributed to protect their interest of immensely contributed to their exploitation. അങ്ങനെ പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, വികസന പദ്ധതികൾ, വ്യവസായങ്ങൾ എന്നിവ ആദിവാസികളുടെ ദാരിദ്ര്യ പ്രക്രിയയ്ക്ക് കാരണമായി. The public and private sectors undertaking development project and industry have contributed to protect their interest as immensely contributed to their exploitation. പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, മറ്റു വികസന പദ്ധതികൾ, വ്യവസായങ്ങൾ എന്നിവ ആദിവാസികളുടെ ദാരിദ്ര്യത്തിന് കാരണമായി തീർന്നു. ആദിവാസികളെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിന് കാരണമായി. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സും പലതരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളും ഇൻഡസ്ട്രികളൊക്കെ ആദിവാസികൾക്ക് ചൂഷണമാണ് നൽകിയത്. പിന്നീട് എന്താ അവിടെ പറയുന്നത്? ദ ഡിപ്ലഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഹാവ് eroded the already fragile survival base of the tribal community. അതേപോലെ തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട സംസ്ഥാനം അവരെ ചൂഷണത്തിന് വളരെയധികം ചൂഷണമാണ് അവർക്ക് സംഭാവനയായി നൽകിയത്. അവരെ സർവൈവ് ചെയ്യേണ്ട ഈ സംസ്ഥാനം, അവരെ സർവൈവ് ചെയ്യേണ്ട ആളുകൾ അവർക്ക് എന്താണ് നൽകിയത് എന്നാ പറയുന്നത്? ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ ആണ് നൽകിയത്. അപ്പോ ചൂഷണത്തിന് വളരെയധികം ചൂഷണത്തിന് വളരെയധികം ഇരയായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The most affected are the tribal women who must now work harder to meet the fuel, water, food and fodder requirement of the family and their cattle. അതേപോലെ തന്നെ പിന്നീട് എന്താണ് ഇവിടെ പറയുന്നത്? ഏറ്റവും കൂടുതൽ ഈ ഒരു ചൂഷണം ഏറ്റുവാങ്ങിയത് കുടുംബത്തിൻ്റെയും അതെ സ്ത്രീകളായിരുന്നു. കുടുംബത്തിലെ സ്ത്രീകളാണ് ഈ ഒരു ഭൂമി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചൂഷണം ഏറ്റുവാങ്ങിയത്. ട്രൈബൽ വുമൺസ് ആയിരുന്നു. കാരണം അവർക്ക് കന്നുകാലികൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കാലിത്തീറ്റയും അതേപോലെ തന്നെ മറ്റ് ഇന്ധനവും ഒന്നും അതിനൊക്കെ അവർ എന്ത് ചെയ്തു? കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നത് ആദിവാസി സ്ത്രീകളായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഭൂമി നഷ്ടപ്പെട്ടത് കൊണ്ട് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്തത് ട്രൈബൽ വുമൺസിനെയാണ്. ഏതൊക്കെ രീതിയിലാണ് ട്രൈബൽ വുമൺസിനെ അത്
എഫക്ട് ചെയ്തത് ഫ്യൂവലായിട്ടും വാട്ടറായിട്ടും ഫുഡായിട്ടും ഫുഡ് റിക്വയർമെന്റ്സ് ആയിട്ടും ഈ കാര്യങ്ങളിലൊക്കെ കാരണം ട്രൈബൽ ആദിവാസി സ്ത്രീകളാണ് ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുമൃഗങ്ങളെയൊക്കെ പരിപാലിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വേണ്ട ഫുഡിനും വെള്ളത്തിനും കാലിത്തീറ്റയ്ക്കൊക്കെ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവരുടെ ഭൂമി അവരിൽ നിന്നും നഷ്ടപ്പെട്ടത് കൊണ്ട് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പോ എന്താ ഇവിടെ പറയുന്നത്? ടീച്ചർ പറഞ്ഞു, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, വികസന പദ്ധതികൾ, വ്യവസായങ്ങൾ എന്നിവ ആദിവാസികളുടെ ദാരിദ്ര്യ പ്രക്രിയയ്ക്ക് സംഭാവന നൽകുകയാണ് ചെയ്തത് അല്ലെ. ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് അണ്ടർടേക്കിംഗ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ആൻഡ് ഇൻഡസ്ട്രി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു പ്രൊട്ടക്ട് ദിയർ ഇൻട്രസ്റ്റ് ഹാവ് ഇമെൻസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദിയർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, വികസന പദ്ധതികൾ, വ്യവസായങ്ങൾ എന്നിവയുടെ വളർച്ച ഇവയുടെയൊക്കെ വളർച്ച ദാരിദ്ര്യം ട്രൈബൽസിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ദാരിദ്ര്യം സംഭാവന നൽകുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട സംസ്ഥാനം അവരുടെ ചൂഷണമാണ് അവർക്ക് സംഭാവനയായി നൽകിയത്. ദ ഡിപ്രഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഹാവ് എറോഡഡ് ക്ലിയർലി ഫ്രാഗിൾ സർവൈവൽ ബേസ് ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി. അതായത് അവരെ സംരക്ഷിക്കേണ്ട സംസ്ഥാനം അവർക്ക് ചൂഷണമാണ് നൽകിയത്. ഏതിലൂടെ? വനനശീകരണത്തിലൂടെ. മാത്രല്ല ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കപ്പെട്ടത് മോസ്റ്റ് എഫക്റ്റഡ് ആർ ദ ട്രൈബൽ വുമൺ ഹു മസ്റ്റ് നോ വർക്ക് ഹാർഡർ ടു മീറ്റ്. അതായത് ഇങ്ങനെ ഭൂമി നഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ട്രൈബൽ വുമൺസിനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് മൃഗങ്ങൾക്ക് വേണ്ട, കാറ്റിൽസിന് വേണ്ട വെള്ളവും ഭക്ഷണവും കാലിത്തീറ്റയൊന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടി ആ ട്രൈബൽ വുമൺസ് എന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ പറയാനുള്ളത്, അപ്പൊ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും പാരഗ്രാഫാണ് കേട്ടോ ഇമ്പോർട്ടന്റ്. അതാണ് ടീച്ചർ അത് എഴുതിയിട്ട് പറഞ്ഞത്. ഇനി അതിൽ നമ്മൾ തേർഡ് പാരഗ്രാഫും ഫോർത്ത് പാരഗ്രാഫും ആണ് പറയുന്നത്. അതെന്താ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് തേർഡ് പാരഗ്രാഫാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് വർത്തി that the situation in the northeast tribal belt differs from that of central and southern India. വടക്ക് കിഴക്കൻ ഗോത്രമേഖലയിലെ സ്ഥിതി മധ്യ ദക്ഷിണേന്ത്യയിൽ നിന്നും വ്യത്യസ്തമാണെന്നത് ശ്രദ്ധേയമാണ്. ഇറ്റ് ഈസ് നോട്ട് വർത്തി that the situation in the northeast tribal belt differs from that of central and southern India. വടക്ക് കിഴക്കൻ ഗോത്രമേഖലയിലെ സ്ഥിതി ദക്ഷിണേന്ത്യയിൽ നിന്നും വ്യത്യസ്തമാണെന്നതാണ് ശ്രദ്ധേയം. എക്സെപ്റ്റ് ത്രിപുര, ആസാം, മണിപ്പൂർ, if region did not experience much migration even in colonial days. അതായത് ത്രിപുര, ആസാം, മണിപ്പൂര് എന്നിവ ഒഴികെ കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും ഈ പ്രദേശത്ത് വലിയ കുടിയേറ്റം അനുഭവപ്പെട്ടിരുന്നില്ല. ഇപ്പൊ ത്രിപുരയിലും മണിപ്പൂരിലും ആസാമിലും ഈ സ്ഥലങ്ങൾ ഒഴികെ എന്നിവ ഒഴികെ കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും ഈ പ്രദേശങ്ങളിൽ വലിയ കുടിയേറ്റം അനുഭവപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വടക്ക് കിഴക്കൻ ഗോത്രമേഖലയിലെ സ്ഥിതി മധ്യ ദക്ഷിണേന്ത്യയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല മണിപ്പൂര്, ത്രിപുര, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും ഈ പ്രദേശത്ത് വലിയ കുടിയേറ്റം അനുഭവപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും അടുത്ത കാലത്തായി ഭൂമിയുടെയും മറ്റ് വിഭവങ്ങളുടെയും അന്യവൽക്കരണം, അലിനിയേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഭൂമിയുടെ അന്യവൽക്കരണം അഥവാ അലിനിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്യവൽക്കരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല but it is not as widespread as in the rest of the country, in particular by the central tribal belt. The tribals in the region, according to Pathi, control the resource for their survival. പിന്നെന്താ പറയുന്നത്? എന്നാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ പ്രത്യേകിച്ച് മധ്യ ഗോത്ര മേഖലയിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റം വ്യാപകമല്ല. അതേപോലെ തന്നെ പാത്തി എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ്. പാത്തിയുടെ അഭിപ്രായത്തിൽ ഈ മേഖലയിലെ ഗോത്രവർഗക്കാരാണ് അവരുടെ നിലനിൽപ്പിനായി വിഭവങ്ങൾ നിയന്ത്രിക്കുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ എന്നിവിടങ്ങളിൽ ആദിവാസികൾ ഭൂരിപക്ഷമാണ്.
ഇവിടെയും അവർ കഷ്ടപ്പെടുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ ഭൂമി അന്യാധീനപ്പെടുത്തലും വിഭവങ്ങൾ പിടിച്ചെടുക്കലും അവർക്ക് വലിയ പങ്കൊന്നുമില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ അവർ അവിടെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെ? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ എന്നിവിടങ്ങളിൽ ആദിവാസികൾ വളരെ ഭൂരിപക്ഷമാണ്. അവിടെ അവർ കഷ്ടപ്പെടുന്നു. പക്ഷെ സംസ്ഥാനത്തിന്റെ ഭൂമി അന്യാധീനപ്പെടുത്തലിലും വിഭവങ്ങൾ പിടിച്ചെടുക്കലിലും അവർക്ക് വലിയ പങ്കൊന്നുമില്ല. മാത്രല്ല അവിടെ അവരുടെ രാഷ്ട്രീയ ഇടപെടലിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതാണ് 3rd പാരഗ്രാഫിലൂടെ പറയുന്നത്. 3rd പാരഗ്രാഫ് എഴുതിയിട്ടിട്ടില്ല, ടീച്ചർ പറയുക ചെയ്ത്. ഇനി നമ്മൾക്ക് 4th പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. The policy of globalization and liberalization has only accelerated the process of alienation of the tribal from their natural resources and created greater insecurity for them. അതായത് ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നയങ്ങൾ ആദിവാസികളെ അവരുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്നും അകറ്റുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും അവർക്ക് കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. The policy of globalization and liberalization has only accelerated the process of alienation of the tribal from their natural resources and created greater insecurity for them. ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നയങ്ങൾ ആദിവാസികളെ അവരുടെ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും അവർക്ക് കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. The free movement of human resource, community, finance and technology across national, regional and local boundary have adversely affected this community. ദേശീയ പ്രാദേശിക അതിർത്തികളിലൂടെയുള്ള മനുഷ്യവിഭവങ്ങൾ, ചരക്കുകൾ, ധനകാര്യം, സാങ്കേതികവിദ്യ എന്നിവയുടെ സ്വതന്ത്രമായ നീക്കം ഈ സമൂഹങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോൾ വർദ്ധിച്ചു വന്ന നഗരവൽക്കരണവും ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ആദിവാസികളെ വളരെയധികം ബാധിച്ചു. മാത്രമല്ല ദേശീയമായിട്ടും നാഷണലായിട്ടും റീജിയണലായിട്ടും പ്രാദേശികമായിട്ടും അതിർത്തികളിലൂടെയുള്ള ചരക്കുകളുടെയും സാങ്കേതിക വിദ്യ എന്നിവയുടെയൊക്കെ സ്വതന്ത്രമായിട്ടുള്ള നീക്കം ആദിവാസികളെ വളരെയധികം ബാധിച്ചു എന്നാണ് ഇവിടെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. It is observed that the large-scale transfer of tribal land is going on. The alienation of them from their land. There is now move to amend the 5th schedule and structure of forest management project in order and if resourced to include the interest of large private firms like the Indian Tobacco Company in Andhra Pradesh. ആദിവാസി ഭൂമിയുടെ വലിയ തോതിലുള്ള കൈമാറ്റം നടക്കുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു. ആദിവാസികളുടെ ഭൂമി വളരെയധികം എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നതായിട്ട് നിരീക്ഷിക്കപ്പെടുകയും ഇതവരെ അവരുടെ ഭൂമിയിൽ നിന്നും അകറ്റുന്നതിനും കാരണമായി. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാധനങ്ങൾ, ചരക്കുകൾ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആദിവാസികളുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് ആദിവാസികൾക്ക് പ്രതികൂലമായി ബാധിച്ചു, അവരെ ഭൂമിയിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ഇന്ത്യൻ ടുബാക്കോ കമ്പനി പോലുള്ള വലിയ സ്വകാര്യ സ്ഥാപനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി വനപരിപാലന പദ്ധതികളുടെ 5ാം ഷെഡ്യൂൾ ഘടനയുടെ ഭേദഗതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഇന്ത്യൻ ടുബാക്കോ കമ്പനി പോലെയുള്ള വലിയ സ്വകാര്യ സ്ഥാപനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി വനപരിപാലന പദ്ധതികളുടെ 5ാം ഷെഡ്യൂൾ ഘടനയും ഭേദഗതി ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ ആരെയാണ് കൂടുതലായിട്ട് ബാധിക്കുക? ആദിവാസികളെ വളരെയധികം
ബാധിക്കും. അവരുടെ വീടുകളും ഭവനങ്ങളും ഒക്കെ ആവാസ വ്യവസ്ഥ പോലും നഷ്ടപ്പെടാൻ കാരണമാകും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഛത്തീസ്ഗഡിൽ ബിനാമി ഇടപാടുകൾ വഴി ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ സഹാറ ഹൗസിംഗ് ലിമിറ്റഡ് ടൂറിസം പദ്ധതിക്കായി മഹാരാഷ്ട്രയിൽ 3760 ഏക്കർ ആദിവാസി വനപ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ പല കാര്യത്തിന് വേണ്ടി ആദിവാസികളുടെ ഭൂമി, അതായത് നഗരവൽക്കരണത്തിന് വേണ്ടിയിട്ടും ആഗോളവൽക്കരണത്തിന് വേണ്ടിയിട്ടും ലിബറലൈസേഷനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്തത് അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുന്നതിനും അവരുടെ അവർക്ക് അർഹമായിട്ടുള്ള ഭൂമി നഷ്ടപ്പെടുന്നതിനൊക്കെ കാരണമായി എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 4ാമത്തെ പാരഗ്രാഫ് കേട്ടോ. അടുത്തത് പറയുന്നത് 5th പാരഗ്രാഫാണ്. 5ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. The government has effectively carried out a massive eviction of tribal people in order to clear the way for the big multinational mining companies and their Indian partners who are coming to India to exploit its iron ore, coal, bauxite, uranium and other biodiversity. ഇന്ത്യയിലേക്ക് ഇരുമ്പയിര്, കൽക്കരി, ബോക്സൈറ്റ്, യുറേനിയം, മറ്റ് ജൈവ വൈവിധ്യം എന്നിവ ചൂഷണം ചെയ്യുന്നതിനായി വരുന്ന വൻകിട ബഹുരാഷ്ട്ര ഖനന കമ്പനികൾക്കും അവരുടെ ഇന്ത്യൻ പങ്കാളികൾക്കും വഴിയൊരുക്കുന്നതായി സർക്കാർ അവർക്ക് അനുകൂലമായി നിൽക്കുന്നതായി ആദിവാസികൾ അഭിപ്രായപ്പെട്ടു. അതായത് ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതായിട്ടാ? ഏതൊക്കെ കമ്പനികൾ? വൻകിട കമ്പനികൾ, ഇരുമ്പയിര് കമ്പനികൾക്ക് വേണ്ടിയും കൽക്കരി കമ്പനികൾക്ക് വേണ്ടിയും ബോക്സൈറ്റ്, യുറേനിയം തുടങ്ങി കമ്പനികൾക്കൊക്കെ വേണ്ടി നമ്മുടെ വനങ്ങളെ വിട്ടുകൊടുക്കുന്നതായിട്ട് സർക്കാർ തലത്തിൽ ഈ വനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് ആദിവാസികൾ അഭിപ്രായപ്പെടുകയും അത് ആദിവാസി ജനതയെ കുടിയൊഴിപ്പിക്കാൻ കാരണമാക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയ വലിയ കുത്തക കമ്പനികൾ, പ്രൈവറ്റ് ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള വലിയ വലിയ മൊണോപ്പൊളി കമ്പനികൾ, കുത്തക കമ്പനികൾ വന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഈ കമ്പനികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ കുടിയൊഴിക്കപ്പെട്ടത് പാവപ്പെട്ട ആദിവാസി സമൂഹങ്ങളാണ്. അതായത് മണ്ണിൻ്റെ മക്കൾ എന്നറിയപ്പെട്ട ട്രൈബൽ പീപ്പിൾസ് ആണ് അവിടെ കുടിയൊഴിക്കപ്പെട്ട് ഭൂരഹിതരായി തീർന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ധാരാളം അലുമിനിയം കമ്പനികൾക്കും ഉൾപ്പെടെ 35 കമ്പനികൾ ഇരുമ്പുരുക്ക് ഉൽപാദനത്തിനുള്ള ഖനനത്തിനും അങ്ങനെ പല ഖനനം ചെയ്യുന്നതിന് including Grand POSCO and large number of aluminium company mining and quarrying have recently attracted a lot of attention. It has emerged a major profit-making industry combining force and fraud, legal and illegal means to carry out the activity. നിയമം ലീഗലായിട്ടും ലീഗൽ അല്ലാതെയുമുള്ള പലതരത്തിലുള്ള കമ്പനികളും ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് പല ഇൻഡസ്ട്രികളും വന്ന് എവിടെയൊക്കെയാണ്? ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിൽ പോസ്കോ കമ്പനി പോസ്കോ കമ്പനി എവിടെയാണ് വന്നത്? ഖനന പ്രവർത്തനത്തിന് വേണ്ടി വന്ന കമ്പനി ഒഡീഷയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കമ്പനികൾ ആരംഭിച്ചത് ഖനനത്തിനും ക്വാറിക്കും വേണ്ടി ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് അനുവാദം കൊടുത്തത് അവിടെയുള്ള ട്രൈബൽസിന് അവരുടെ ഭൂമി നഷ്ടപ്പെടാൻ കാരണമായി. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ഏകദേശം 35 കമ്പനികളാണ് ഇങ്ങനെ ഇന്ത്യയിലെ ട്രൈബൽസിന്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഖനനം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 35 കമ്പനികളാണ് വന്നിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കമ്പനികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡാമിന് വേണ്ടിയിട്ടും നഗരവൽക്കരണത്തിന് വേണ്ടിയിട്ടും ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, പ്ലാനിങ് പദ്ധതികൾക്ക്, ആസൂത്രണ പദ്ധതികൾക്ക് വേണ്ടി
ആദിവാസി ഭൂമി അഥവാ ഫോറസ്റ്റ് ഓരോ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അവിടെയൊക്കെ നിരാലംബരായി തീർന്നത് ആരാണ്? ട്രൈബൽസ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടത് ട്രൈബൽസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളതായ രീതിയിൽ വേണം കേട്ടോ എക്സാം എഴുതാൻ. ഒരിക്കലും ഈ ടോപ്പിക്കൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും കാണാപ്പാഠം പഠിച്ച് അങ്ങനെ എഴുതാൻ പോകരുത്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഓരോ പാരഗ്രാഫിലും വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അതൊക്കെ ആയിട്ട് മനസ്സിലാക്കി നിങ്ങളതായ രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 2-ലെ 6ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 7ാമത്തെ യൂണിറ്റിൽ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഓക്കെ.